ചേച്ചി, രണ്ട് കരക്കാരും റെഡി ആയിട്ടുണ്ട്. തെക്കേക്കരയും വടക്കേക്കരയും റെഡിയാണ്. ആദ്യം തന്നെ നമുക്ക് തെക്കേക്കരയിലേക്ക് പോകാം. ആ കൈയടി നമുക്ക് പുതിയതായിട്ട് മൃദുലിക്കും കൂടെ കൊടുക്കേണ്ടതാണ്. കാരണം തെക്കേക്കരയിലെ പോരാളികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതെ, വടക്കേക്കരയോട് ഒരു മൃദുല പ്രതികാരം അഖിലേട്ട എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ IPL ലേലം കണ്ടിട്ടില്ലേ, ബിഡിങ്? അതിനുശേഷം ഏറ്റവും കൂടുതൽ ലേലത്തിൽ ബിഡിങ്ങിൽ ഞങ്ങളെ കാശ് കൊടുത്ത് വാങ്ങിച്ചതാണ് ഞങ്ങൾ രണ്ടുപേരെയും ഈ കരയിലേക്ക്. നിങ്ങളെ കാശ് കൊടുത്ത് പഠിച്ചെന്നാ കേരളക്കര ആഗ്രഹിക്കുന്ന ഒരു കോംബോ കേട്ടോ, നീയും ശ്രീവിദ്യ. ഇന്ന് മെയ് 12 ഇന്റർനാഷണൽ നഴ്സസ് ഡേ ആണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ തെക്കേക്കരക്കാര് ശക്തരായ പോരാളികൾ ഇറക്കിയേക്കാണ്. ഞങ്ങൾ എല്ലാരും ട്രിവാൻഡ്രം ആയതുകൊണ്ട് നമ്മൾ നാട്ടുകൂട്ടത്തിനെ ട്രിവാൻഡ്രത്ത് തന്നെ ഇറക്കി. ട്രിവാൻഡ്രത്തിൽ എവിടുന്നാണ് ഇറക്കിയിരിക്കുന്നത്? വെഞ്ഞാറമൂട് എന്ന് പറയുമ്പോൾ നമ്മുടെ ഗോകുലം മെഡിക്കൽ കോളേജിലെ അടിപൊളി ഗോകുലം മെഡിക്കൽ കോളേജിലെ നഴ്സുമാരാണ് ഇന്ന് നമ്മുടെ എപ്പിസോഡിൽ ജോയിൻ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ മാലാഖമാർ തന്നെയാണ്. നമ്മൾ ഹോസ്പിറ്റലിൽ വരുമ്പം ഡോക്ടർ വന്ന് നമ്മുടെ അടുത്ത് പല കാര്യങ്ങളും പറയും, അല്ലെങ്കിൽ നമ്മളെ ചിലപ്പോൾ പേടിപ്പിക്കുന്നതല്ല, അവർ പറയുമ്പോൾ നമുക്ക് എന്താണെന്ന് മനസ്സിലാവില്ല. അപ്പൊ നമ്മളൊന്ന് സിസ്റ്റേഴ്സിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവരൊന്നും എന്റെ മോള് ചെറുതാവുമ്പേ അവൾ എപ്പോഴും പറയാറുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറയും, കുഞ്ചു എന്താ ആവേണ്ടത് എന്ന് പറയുമ്പോ നേഴ്സ്. എന്താണ് അറിയോ, ഒരു ഹോസ്പിറ്റലിലോ ഒരു ക്ലിനിക്കിൽ പോകുമ്പോൾ നേഴ്സസ് ആണല്ലോ അവരെ കംഫർട്ട് ചെയ്യുന്നത്. അപ്പൊ ആ കുട്ടികൾക്ക് അത് ഡോക്ടേഴ്സ് അല്ല അവര് ഇംപ്രഷനിൽ പോവാ, ആദ്യം നേഴ്സസ് തന്നെയാണ്. നമുക്കൊന്ന് ഇവരെ പരിചയപ്പെടാം. പേരെങ്ങനെയാ? പുഷ്പ സൂപ്രണ്ടാന്ന് തോന്നുന്നല്ലേ? ഇരിക്കുന്ന കണ്ടപ്പോ തന്നെ എനിക്ക് തോന്നി കുറച്ച് ഭയങ്കര ഒരു സിസ്റ്റർ വടക്കേക്കരയുടെ ഭാഗത്തുനിന്നുള്ള വലിയൊരു വഷളായി തന്നെ വളരണം. ഇല്ല, അത് ഞാനിപ്പോ കയറ്റിയടിക്കാം. പുഷ്പ എന്നുള്ള പേരുകൊണ്ട് സൂപ്രണ്ട് ആയതുകൊണ്ട് താഴത്തില്ല. ഓക്കെയില്ലേ? ഇതുകൊണ്ടാണ് അഖിലേട്ടൻ നേരത്തെ പറഞ്ഞത് കേരളം കാത്തിരുന്ന ഒരു കോംബോ ആണെന്നുള്ളത്. ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. അതെ അതെ അതെ, ഒരിടത്തുനിന്ന് അടിച്ച് താഴ്ത്തുന്നു, മറ്റിടത്തുനിന്ന് അടിച്ച് കയറ്റുന്നു. അല്ല, ആരെന്ത് ചെയ്താലും എന്റെ മണിയുടെ കാര്യത്തിൽ നമുക്ക് ഒരു തീരുമാനം എടുക്കാൻ സമയമായ സ്ഥിതിക്ക് ആദ്യം തന്നെ ശ്വേത ചേച്ചിയുടെ വക ഒരു സ്കിറ്റ് ഇറങ്ങട്ടെ. ശ്വേത ചേച്ചിയാണല്ലോ കോമഡി മാസ്റ്റേഴ്സിന്റെ പ്രമാണി. അപ്പൊ പ്രമാണിയുടെ കൂട്ടത്തിൽ നിന്നും ആദ്യം നമ്മുടെ ഫാമിലി സ്കിറ്റ് വരുന്നു. എന്നിട്ട് വാശിയേറെ മത്സരം നമ്മൾ ഇവിടെ ആരംഭിക്കും. എന്ത് പറയുന്ന ചേച്ചി? ഫാമിലി സ്കിറ്റ് എപ്പോഴും വെൽക്കം. എന്നാ മണിയുടെ ചടങ്ങ് തുടങ്ങിക്കോ. വരട്ടെ. ഒരു സാധനം വെച്ചെടുത്ത് കാണത്തില്ല. അയ്യോ, പാമ്പ്! അയ്യോ, അയ്യേ, എലി! എന്തോന്ന്? ആ 2020 വെള്ളപ്പൊക്കത്തിനങ്ങോട്ട് കയറി ഇരുന്നാണ്. വയല് പോലും സെർച്ച് ആയോന്നോ? എടോ, രാവിലെ തൊട്ട് സെർച്ച് ചെയ്തോണ്ടിരിക്കുക, ഇതുവരെ കിട്ടിയിട്ടില്ല. അതല്ല സാർ, ചായ കൊണ്ടുവന്ന ആള്. അതിനിടയ്ക്ക് ചായ. എടോ, പോയടോ. പോയി. അതിപ്പോ എല്ലാരും അറിഞ്ഞല്ലോ സാറേ. എന്ത്? ഇപ്പൊ ആരാ അറിയാനുള്ളത്? എന്തെന്ന്? സാറിന്റെ ഭാര്യ മറ്റേ ഡ്രൈവറോട് ഒളിച്ചോടി പോയ കേസല്ലേ? അതെല്ലാരും പറഞ്ഞത്. ഒന്നും കുഴപ്പമില്ലെന്നേ. ആർക്കും കുഴപ്പമില്ലെന്ന്? എടോ, എനിക്ക് ഒരു കുഴപ്പമില്ല. എന്റെ ഭാര്യ ഡ്രൈവറോട് ഒളിച്ചോടി പോയെങ്കിലേ എനിക്ക് സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്യാൻ അറിയാം. സാറ് സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്യണോണ്ടാണ് ഭാര്യ വേറെ ആളോടെ പോയത്. അല്ല, അതൊന്നും കുഴപ്പമില്ല. സാറ് ചായ കുടി. അയ്യോ, തിളച്ച ചായ. ഇവിടെ ഈ ഗ്യാസിന് ഇത്രയും ക്ഷാമമുള്ള സമയത്ത് താനെങ്ങനെയാണ് ഇത്രയും ചൂടുള്ള ചായ ഒക്കെ ഉണ്ടാക്കുന്നത്? ഇപ്പൊ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. പിന്നെ നമ്മളൊരു പാത്രത്തിൽ തേയില ഇടുന്നു, പഞ്ചസാര ഇടുന്നു, പാലൊഴിക്കുന്നു, നമ്മൾ നേരെ വെയിലത്ത് കാണിക്കുന്നു. നല്ല ചൂടല്ലേ, തിളച്ചു കിട്ടുന്നു. നല്ല കാലാവസ്ഥയല്ലേ, സാഹചര്യം തന്നെ മുതലെടുക്കുക. അത് തന്നെ. സാറേ, പിന്നെ ഓംലെറ്റ് ചോദിക്കരുതേ. എന്താ? ഇല്ല. സാറ്, ഞാൻ കുറച്ച് പച്ചമുട്ട മേടിച്ചു വെച്ചിട്ട് എല്ലാം പുഴുങ്ങിയിരിക്കുക ഈ ചൂട് കൊണ്ടേ. അപ്പൊ മൊത്തത്തിൽ ചൂടിന് 2 സാധനം അടിച്ചില്ലെങ്കിൽ നമ്മൾ വെറുതെ ചീഞ്ഞു പോകും. നിന്ന് ഒഴുകുക. മറ്റേ കാര്യം ഒന്ന് സഹായിച്ചു തന്നെ. എന്ത്? ഞാൻ എത്ര നാളായി സാറേ അവിടെ ആ റെയിൽവേ സ്റ്റേഷന്റെ സൈഡിൽ എനിക്ക് ഒരു 5 സെന്റ് സ്ഥലം ഉണ്ടല്ലോ. ആ സ്ഥലത്തിന്റെ പട്ടയം തന്നു കഴിഞ്ഞാൽ ഞാൻ അവിടെ ഒരു തട്ടുകട നടത്തി അങ്ങ് ജീവിച്ചോളാം. സാർ ഒന്ന് കനിഞ്ഞു കഴിഞ്ഞാല് അത് ശരിയാവും. എന്റെ പൊന്നു ഗോപാലിങ്ങ വന്നേ, ഇങ്ങോട്ട് വന്ന്. എന്താ സാർ? ഇവിടെ താൻ ഇനി പഴയ പോലെ അങ്ങ് നടക്കേണ്ടി വരത്തില്ല. ഇവിടെ ഇപ്പൊ സർക്കാരിന്റെ പുതിയ ഉത്തരവിറങ്ങാൻ പോവുക. എല്ലാ സർക്കാർ സ്ഥാപനങ്ങളും ഇനി ശനിയാഴ്ച തോറും അവധിയാക്കാൻ തീരുമാനിച്ചിരിക്കുക.
ആണോ? അപ്പൊ എന്റെ കാര്യം പെട്ടെന്ന് സാധിക്കും, വെള്ളിയാഴ്ച തന്നെ അങ്ങ് സാധിക്കും. അതല്ല, തന്നെ 6 ദിവസം നടക്കുക എന്നുള്ളത് 5 ദിവസം നടന്നാൽ മതി. എന്നാലും എന്റെ കാലയിൽ ചെരുപ്പ് തെയ്യുമല്ല, ഞാൻ 5 ദിവസം നടക്കണ്ടേ? ഇയാളെ കൊണ്ട് മടുപ്പിന് എല്ലാ സർക്കാർ സ്ഥാപനത്തിൽ ആൾക്കാർ പറയുന്ന ഡയലോഗാ ചെരുപ്പ് തെയ്യാന്ന്. ഇതൊരു ക്ലീഷേ കേട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇതുകൊണ്ടാണ് എല്ലാ സർക്കാർ ഓഫീസിന്റെയും പുറത്ത് ഞങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത് പാദരക്ഷകൾ അഥവാ ചെരുപ്പുകൾ പുറത്തിടുക എന്നുള്ളത്. ഇനി നടന്ന് തേയുന്നുള്ളൊരു പരാതി ഇല്ലല്ലോ. എന്നാലും അത് ശരിയാവില്ല സാറേ, ഭയങ്കര ഇതാ. പക്ഷെ വേറെ ഗുണമുണ്ടോ? അതല്ലെന്ന്, ഇപ്പൊ ഈ ശനിയാഴ്ചയും കൂടി അവധിയാക്കുന്നോണ്ടേ ഞങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് വലിയ മെനക്കേടാ. ഇപ്പൊ ഞങ്ങൾക്ക് വരവ് കുറഞ്ഞ് ചെലവ് കൂടുമല്ലയോ. അതങ്ങനെ 2 ദിവസം ലീവ് കിട്ടുമല്ലേ നമുക്ക്? ഇവിടെ ശനിയാഴ്ചയും കൂടി അവധിയാക്കിയ ശനിയും ഞായറും അവധി. വീട്ടിൽ ഇരിക്കുന്ന പെണ്ണുമ്പിള്ള പറയും സിനിമയ്ക്ക് പോകാം, പാർക്കിൽ പോകാം, ബീച്ചിൽ പോകാം, ഐസ്ക്രീം തിന്നാന്നൊക്കെ. അപ്പൊ ചെലവ് കൂടിയില്ലയോ? അല്ല, ചെലവ് കൂടി. അപ്പൊ ഒരു ദിവസം പറയുമ്പോ വരവ് കുറഞ്ഞു എന്ന് പറഞ്ഞ എനിക്ക് മനസ്സിലായില്ല. ഇടോ 6 ദിവസം ഉണ്ടായിരുന്ന പ്രവൃത്തി ദിവസം ഇപ്പൊ 5 ദിവസം ആക്കിയില്ലേ? അപ്പൊ ഈ 6 ദിവസം മേടിച്ചിരുന്ന കൈക്കൂലി ഇപ്പൊ 5 ദിവസം മേടിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ വരവ് കുറയുമല്ലയോ? അങ്ങനെ മൊത്തത്തിൽ അങ്ങ് ഒതുക്കി. ഒതുക്കി അങ്ങ് തീർക്കാന്ന് വെച്ചിട്ട്. സാറേ, എന്റെ അവസ്ഥ സാറിന് അറിയാം. ഞാൻ ഈ പകല് മുഴുവൻ ഇവിടെ കിടന്ന് പണിയെടുത്തിട്ട് കിട്ടണ കാശിന് കള്ളും കുടിച്ച്. ഏടാ പൊന്നടാ, ഞാനൊന്ന് പറയട്ടെ സാറേ. ഞാൻ ഈ പകല് മുഴുവൻ ഈ ചായക്കച്ചവടം നടത്തി രാത്രി മറൈൻ ഡ്രൈവിൽ കിടന്ന് ഓട്ടോ ഓടിച്ചിട്ടാണ് ജീവിക്കുന്നത്. അപ്പൊ അത്രയ്ക്ക് പോലും എനിക്ക് തികയുന്നില്ല സാറേ എന്റെ ജീവിതത്തിൽ. പകല് ഹോട്ടല്, രാത്രി ഓട്ടോ ഓടിക്കുന്നു. അതായത് രാത്രി ഓട്ടോ ഓടിക്കുന്നു, പകല് ഹോട്ടല്. അതെ, ഇത്രയല്ലേ ഉള്ളൂ. സാർ ഹെൽപ്പ് ചെയ്യണം സാർ. അപ്പൊ ഇനി രാത്രി ഓട്ടോ ഓടിച്ച് വിഷമിച്ച് വിശക്കുമ്പോ ആ മറൈൻ ഡ്രൈവിന്റെ അടുത്ത മഴവിൽ പാലത്തിന്റെ സൈഡിൽ കൂടി വരാൻ മറക്കരുത്. അവിടെ ഞാൻ പാനിപ്പൂരി കച്ചവടം നടത്തുന്നുണ്ട്. അത് കൊള്ളാം സാറേ. എങ്ങനെയെങ്കിലും സാധിച്ചു തരാൻ പറ്റും സാറേ? എത്ര നാളായിട്ട് കയറി ഇറങ്ങി നടക്കണം, അതുകൊണ്ടാണ് ചോദിക്കണത്. എന്റെ പൊന്നു ഗോപാല, താനൊരു കാര്യം മനസ്സിലാക്കണം. ഇത് സർക്കാർ സ്ഥാപനമാണ്. ഇവിടെ അതിൻ്റെതായ ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. അതായത് ഈ സർക്കാർ കാര്യം മുറ പോലെ എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതുകൊണ്ട് താനൊരു കാര്യം ചെയ്യണം. താനിപ്പോ മേടിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലമില്ലേ, അതിന്റെ മുന്നാധാരത്തിന്റെ ഒരു 6 ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയുടെ 3 ഫോട്ടോസ്റ്റാറ്റ് കോപ്പി അറ്റസ്റ്റ് ചെയ്ത് ഇവിടെ കൊണ്ടേപ്പിക്കണം. അതുപോലെ തന്നെ തനിക്ക് ബാധ്യതകളൊന്നും ഇല്ല എന്ന് വില്ലേജ് ഓഫീസർ സൈൻ ചെയ്തത് ബാധ്യതാ സർട്ടിഫിക്കറ്റ്, അതിന്റെ 6 ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയുടെ 4 ഫോട്ടോസ്റ്റാറ്റ് കോപ്പി ഇവിടെ കൊണ്ടേപ്പിക്കണം. അതോടൊപ്പം തന്നെ തന്റെ ഇതിനു മുമ്പുള്ള സ്ഥലത്തിന് ആ വീടിന്റെ കരമടച്ച രസീതിന്റെ ഒരു 8 ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയുടെ ഒരു 3 ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയും കൂടി ഇവിടെ കൊണ്ട് എത്തിച്ചാൽ എത്രയും പെട്ടെന്ന് ശരിയാക്കി തരാം. ഇതൊന്നും നടക്കണ കേസല്ല സാറേ, ഞാൻ പോണത്. ഇത് നടത്തി തരാൻ പറ്റുമോ? ഒരു ജീവിത മാർഗമാണ് ചോദിക്കണത്. എന്ത്? അതായത് ഇതൊക്കെ ഇടിപിടിന്ന് നടക്കണ കാര്യമല്ല. പക്ഷെ ഞാൻ ഇടിപിടി നടത്തി തരാം. ഇത് ഇത്രയും ബുദ്ധിമുട്ടൊന്നുമില്ല. ഇവിടെ നാളെ തന്നെ നടത്തി തരാം. പക്ഷെ ഒറ്റ കേസ്, 500-ന്റെ ഒരു 20-25 നോട്ട് കൃത്യമായിട്ട് ചുരുട്ടി കൊണ്ട് ആ ഫയലിന്റെ ഇടയിൽ കൊണ്ട് വെച്ചാൽ നാളെ തന്നെ എഴുതി ഒപ്പിട്ട് റെഡിയാക്കി തന്നേക്കാം. നടക്കണ കേസല്ല സാറേ. എന്താ സാറേ ഒരു മനുഷ്യൻ, ഞാനൊരു സാധാരണപ്പെട്ട മനുഷ്യനില്ല. ഇങ്ങ് വന്നേ, നമ്മൾ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. ഞാൻ ഒരു 500-ന്റെ നോട്ട് അവിടെ കൊണ്ട് വയ്ക്കും. അപ്പൊ ബാക്കി ഫോട്ടോ സ്റ്റാറ്റ്. അത് മതി സാറേ, ഒന്ന് സഹായിച്ചാ സാറേ. അങ്ങനെയല്ലേ നമ്മൾ ചെയ്യും. പിന്നെ എന്നെ അല്ല പിടിക്കും, സാറിനെ പിടിക്കും. സാർ കൈക്കൂലി മേടിക്കണ കാര്യമൊക്കെ എല്ലാവർക്കും മനസ്സിലായി. ഇപ്പൊ നാട്ടുകാരും രാഷ്ട്രീയക്കാരെ കൂടെ ഇങ്ങോട്ട് വരുന്നുണ്ട്. വരട്ടെ സാർ പിടിക്കും. ഞാൻ എന്താണ് എതിര് നിൽക്കുന്നു? എല്ലാം ഞാൻ റെഡിയാക്കി തരാം. എന്ത്? മറ്റേ ഫോട്ടോ സ്റ്റാറ്റ് ഇല്ലാണ്ട് തരുമോ എനിക്ക്? നാളെ തന്നെ സൈൻ ചെയ്ത് തന്നേക്കാം. സൈൻ ചെയ്ത് തരുമോ? ഞാൻ സാറിന് ഇവിടുത്തെ സ്റ്റാഫായിട്ട് ഒറിജിനൽ കൊണ്ടുവന്നെ. 500-ന്റെ അയ്യ ഫോട്ടോ സ്റ്റാറ്റ്. ഇവന്മാർക്ക് ഞാൻ എന്തോരം കൈക്കൂലി കൊടുക്കൊണ്ട് മനസ്സിലായോ? മനസ്സിലായില്ല. എന്നാ സാർ ഒരാളെ തട്ടുന്ന ഇങ്ങനെയാണ്? അങ്ങനെ മനസ്സിലായില്ല. ഒരാളെ എന്ത്? ആരാടാ നീ? എന്താ ഇത് സാറേ? നിനക്ക് എന്നെ മനസ്സിലായില്ലേ? പറഞ്ഞു കൊടുക്കണോ ഞാൻ ആരാണെന്ന്? എന്നെ മനസ്സിലായോ? അയ്യോ, അത് പറയാനല്ല പറഞ്ഞത്. ഞാൻ ആരാണെന്ന് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. സാറോ? 5 കൊലപാതകം, 4 കത്തിക്കുത്തി. അതൊന്നും വേണ്ട, ഞാൻ പറഞ്ഞുതരാം. ഞാൻ PVC പാർട്ടിയുടെ പൈപ്പല്ല പേപ്പർ വായിക്കണം, മനസ്സിലായില്ലേ? PVC പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. അതെ 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 അതെ. ഞാനൊരു കല്യാണക്കാരിയായിട്ട് വന്നതാണ്. ഓ മറ്റേ എന്നാ സംഭവം അറിയാവോ? സാറിന്റെ ഭാര്യ വേറൊരാളോട് വിളിച്ചോടി പോയ കാര്യമൊക്കെ നാട്ടുകാർ അറിഞ്ഞല്ലോ. അവരറിഞ്ഞോ? അപ്പൊ സാറിന് വേറെ പെണ്ണാലോചിക്കാൻ വേണ്ടി വന്ന ബ്രോക്കറാണ്. ഇത് വലിയ ആലോചിക്കാം. അല്ല, ഇത്ര എടിപെടിന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞാലേ എനിക്ക് ആലോചിക്കാൻ കുറച്ച് സമയം കൂടി വേണം. എന്താലോചിക്കാ? കല്യാണത്തിന്റെ കാര്യം. ആരെ കല്യാണത്തിന്റെ? അല്ലേ? നിന്റെ കല്യാണത്തിന്റെ കാശല്ല പറഞ്ഞത്, ഞങ്ങളുടെ ഒരു കല്യാണ കാര്യത്തിന് വേണ്ടി വന്നതാ. ഈ വയസ്സാകാലത്ത് മൂക്കി പല്ലി വെച്ചിരിക്കണം. തനിക്ക് കല്യാണം? തനിക്ക് നാണാവില്ലോ? എനിക്ക് കല്യാണമല്ല, പിന്നെ ഒരു പെൺകുട്ടിയുടെയും ചെറുക്കന്റെയും കല്യാണം നിങ്ങൾ ഇവിടുന്ന് രജിസ്റ്റർ ചെയ്ത് കൊടുക്കണം. ഓ അങ്ങനെ. അതെ 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 അതെ.
പെൺകുട്ടി നോർത്ത് ഇന്ത്യക്കാരിയാണ്, ചെറുക്കനും അതെ. അപ്പൊ നിങ്ങൾ തമ്മിലുള്ള ബന്ധം അസംബന്ധം. അതായത് ആസാം ബന്ധം. ആസാമിൽ വെച്ചാണ് നമ്മൾ ഇവരായിട്ട് പരിചയപ്പെടുന്നത്. ആസാമിലുള്ള ബന്ധം. അതെ. അപ്പൊ ഇവിടെ വെച്ച് അത് രജിസ്റ്റർ ചെയ്ത് കൊടുക്കണം. എന്നാ പിന്നെ ആ ചെക്കൻ്റെ പെണ്ണിന്റെ കല്യാണം ആസാമി വെച്ചൊക്കെ നടത്തിയാ പോരെ? അത് ശരിയാവൂല. അതെന്ത്? അവനൊരു ജാതി, അവളൊരു ജാതി, ഇവരെ രണ്ട് വീട്ടുകാരും ഒരു ജാതി വീട്ടുകാർ. അതുകൊണ്ട് അത് നടക്കൂല. അപ്പൊ ഇവിടെ വെച്ച് നമ്മുടെ പാർട്ടി ഇടപെട്ട് അത് രജിസ്റ്റർ മാരേജ് ചെയ്ത് കൊടുത്താൽ ആർക്കും അതിന്റെ വെയിറ്റ്? പാർട്ടിക്ക്. ജനങ്ങൾ പാർട്ടിയുടെ കൂടെ നിൽക്കും. അങ്ങനെ ആർക്കാ വെയിറ്റ്? പാർട്ടിക്ക്. മനസ്സിലായില്ലേ? എന്താ സംഭവം അറിയാമോ? ഇവര് ഈ സാധാരണ പാർട്ടി അല്ല, പിന്നെ ഇവര് കല്യാണ പാർട്ടി. കല്യാണ പാർട്ടിയല്ല, കല്യാണം നടത്തി കൊടുക്കുന്ന രാഷ്ട്രീയ പാർട്ടി. അങ്ങനെ പറയാം. അല്ല എന്നിട്ട് പെണ്ണെവിടെ? പെണ്ണിനൊന്ന് കാണണം. പെണ്ണിനെ മാത്രമല്ല ചെറുക്കനെയും കാണണം. രണ്ടുപേരും കൂടെ ഒപ്പിട്ടാലല്ലേ രജിസ്ട്രേഷൻ നടക്കത്തുള്ളൂ. അതല്ല, പെണ്ണിനൊന്ന് കാണണം. തൊട്ടാ ചോര വരും. അത്രയ്ക്ക് സുന്ദരിയാണ്. അതല്ല, അവളെ ആരെങ്കിലും തൊട്ടാ അപ്പ ചെപ്പക്കുറ്റി അളക്കും, അവന്റെ മുഖത്ത് ചോര വരും. അത്രക്ക് സാമർത്ഥ്യകാരിയുള്ള കുട്ടിയല്ലേ അത്. അതെ അതെ, ഞാൻ വിളിക്കാം. എന്നാ വിളി. സോനാവേനോ പൊട്ടിപ്പോകുന്ന എന്ത് ഓണേ വീണാലേ? ഓണേ വീടാന്നല്ല പറഞ്ഞത്, ആ കുട്ടിയുടെ പേരാ സോനാവേനോ. ആവോ ഇധർ. ആഹാ. എന്തായി കാണിക്കണത്? അതെ, നാണം കൊണ്ട് കളം വരച്ചോണ്ടിരിക്കുക. ഇത് കുളം കുഴിക്കുകയാണല്ലോ. കുറച്ച് സിലോപ്പിനെ കൂടെ പിടിച്ചിട്ട് നമുക്ക് മീൻ വളർത്താം, നല്ല ലാഭം കിട്ടും. ആഫ്രിക്കൻ മൊഴി ഇപ്പൊ സീസണിൽ. അതെ, കുട്ടിക്ക് മലയാളം അറിയില്ല, ഹിന്ദിക്കാരാണ്. കുറച്ചൊക്കെ മലയാളം പഠിച്ചു വരുന്നുണ്ട്, അത്രേ ഉള്ളൂ. ആണോ? അതെ. തലയ്ക്ക് അസുഖം തന്നല്ലേ? അറിഞ്ഞായിരുന്നാ? അപ്പൊ അത് കുറവുണ്ട്, ഗുളിയൊക്കെ കഴിച്ച് മാറി. അതല്ല, ഗ്രാമർ മിസ്റ്റേക്ക് വന്ന മലയാളം പഠിക്കുന്നത്. താങ്കൾക്ക് സുഖം തന്നെയല്ലാണ് ഉദ്ദേശിച്ചത്. അതെത്രേ ഉള്ളൂ. നമ്മളെ കെട്ടിക്കണം. കെട്ടിച്ചല്ലോ. 4-ാം തീയതി വോട്ടെണ്ണി കഴിഞ്ഞപ്പോ തോറ്റു പോയിട്ട് കെട്ടിച്ച് കല്യാണ പാർട്ടിയായിട്ട് നടക്കുമല്ലേ? അതല്ല, നമ്മളെ കെട്ടിക്കണം, താലി കെട്ടിക്കണം എന്നാണ് ഉദ്ദേശിച്ചത്. ഷാജി. ഷാജി അല്ല, ഷാദി, കല്യാണം. അതാണ് ഉദ്ദേശിച്ചത്. ഒന്നും മിണ്ടണ്ട കേട്ടാ. ആയിക്കോട്ടെ, കുട്ടിയുടെ മുഖത്തേക്കൊന്ന് നോക്കി എന്തൊക്കെ തോന്നുന്നുണ്ടോ നോക്കി. അതെങ്ങനെയാണ്? എനിക്ക് തോന്നിട്ടുണ്ട്, അവനല്ലേ തോന്നുന്നു. അതല്ലാന്ന്, പെൺകുട്ടി എവിടേക്ക് പരിചയമുണ്ടോ? ഇത് എടോ വൈറലായ പെൺകുട്ടിയാ. അത് നടക്കത്തില്ല, അതൊക്കെ കല്യാണത്തിന് ശേഷം. അത് അങ്ങനത്തെ പരിപാടി അയ്യോ, ഉദ്ദേശം എന്താണെന്നറിയാം? യൂട്യൂബിൽ റീൽസ് ചെയ്ത് വൈറലായ പെൺകുട്ടിയാ. മുഖം പരിചയമുണ്ടോ നോക്കാനാ ഞാൻ പറഞ്ഞത്. എനിക്ക് മനസ്സിലായി. ആ, നമ്മൾ ഈ കലിങ്ങിന്റെ മേളിൽ കാല് കയറ്റി വെച്ച് ഇവിടെ സോപ്പ് തേക്കുന്നത്. നിങ്ങൾ മുഖത്ത് നോക്കിയേ. മുഖത്തിട്ട് ആ സമയത്ത് ആര് നോക്കും? അതാണ്. അച്ഛാ മോളെ, ഒരു തെറ്റ് പറ്റിപ്പോൾ ഞാൻ അവിടെ ഇട്ട് നോക്കിയില്ല, മുഖത്ത് നോക്കിയില്ല, തെറ്റ് പറ്റി. അച്ഛാന്ന് പറഞ്ഞ നല്ലത് നോക്കണതാ? അതല്ലാന്ന്, അവര് ഹിന്ദിയിൽ നല്ലതെന്ന് പറഞ്ഞതാ. അങ്ങനെ? അതെ അതെ അതെ. അപ്പൊ ഈ കല്യാണം നടത്തണം എങ്ങനെയാണ്? അല്ല, അതിനുശേഷമുള്ള കലാപരിപാടികളൊക്കെ ഭക്ഷണം ബിരിയാണി. ഓ, ചിക്കൻ ബിരിയാണി അല്ല, ഓക്കെ ബിരിയാണി ഒരു പാക്കറ്റ് ഉണ്ട്, എല്ലാവർക്കും പൊട്ടിച്ചേരും. അതുകൂടാണ്ട് അപ്പമുണ്ട്. കടലക്കറി. ഇവിടുന്ന് തിരുവനന്തപുരത്താണ് അപ്പം. ഇവിടുന്ന് ട്രെയിൻ കയറി തിരുവനന്തപുരത്ത് പോവാ, 10 മിനിറ്റ് കൊണ്ട് അപ്പം കഴിച്ച് ഇവിടെ തിരിച്ചെത്താം. അതാണ് നമ്മുടെ മെയിൽ. ആണല്ലേ? അതെ അതെ അതെ. ഈ ചെറുക്കൻ എന്നാ ജോലി? പണി? കാം പണിയില്ലേ? ഇവന് പിതാജി ബഹുമാനം. പിതാജി ഇവനോട് പറഞ്ഞ് നിന്റെ കല്യാണം കണ്ടിട്ട് എന്റെ കണ്ണടയണം. പിതാജിയുടെ? അപ്പൊ ഇവന്റെ കല്യാണം കഴിഞ്ഞ പിതാജിയുടെ കണ്ണടയും, ചത്തുപോവും. പിന്നെ നമുക്ക് സ്വത്ത്. പിന്നെ കാമോട് കാമ്. ഓക്കെ, അപ്പൊ നമ്മുടെ കാമ് കാര്യങ്ങളൊക്കെ നടത്തിയേക്കാം. ആയിക്കോട്ടെ. രജിസ്റ്റർ കച്ചേരി, ചെക്കന്റെ പെണ്ണിന്റെ ID പ്രൂഫ്. നമുക്കൊരു ഗാനമേളം കൂടെ വെച്ചാലോ? എന്തിന്? കച്ചേരി മാത്രമാക്കാണ്ട്. കച്ചേരി അല്ലടോ, എടോ രജിസ്റ്റർ കച്ചേരി. ഇതാണ് ID പ്രൂഫ്. ഇത് പെണ്ണിന്റെ. സാർ ഒപ്പിട് സാർ. ചെറുക്കന്റെ. ഓക്കെ അല്ലേ? ഓക്കെ. നിയമപ്രകാരം ഇത് നടത്തുമ്പോൾ വേറെ കാര്യമുണ്ട്. ഇത് ഫോട്ടോയൊക്കെ പതിക്കേണ്ടതൊക്കെ നിയമങ്ങളൊക്കെ ഉണ്ട്. എടോ, ഇവിടെ ഫോട്ടോ പതിച്ച് അവർ ആസാമിൽ നിർത്തുമ്പോ 2 മാസം കഴിയും. പിന്നെ എന്ത് കാര്യം? അതൊന്നും നോക്കണ്ട, നമ്മുടെ പാർട്ടിയാണ് നടത്തുന്നത്. ഒരാൾക്കും ചോദ്യം ചെയ്യാൻ പറ്റൂല. മനസ്സിലായില്ലേ? ഇങ്ങോട്ട് വാ. പെൺകൊച്ചു ഇവിടെ സൈജി. ഷൈൻ ചെയ്.
സമ്മതിച്ചു. ഇനി ഇനി 2 സാക്ഷികൾ. സാക്ഷികൾ സാറേ ഒപ്പിട്. ഒപ്പിടും. ഏ? ഒപ്പിടും. ഞാൻ ഒപ്പിടുന്ന പോലെയല്ല അവർ ഒപ്പിട്ടാല്. അതെ ഒപ്പിട്ടുള്ളൂ. സാക്ഷി എനിക്കാരെയും പഠിക്കുന്നത് ഞാൻ മോനെ ഞാൻ ഇട്ടുള്ളടാ. എന്ത് വിഷയം. അതെ കെട്ടുവള്ളോ? ഏയ്, സംസ്കൃതം. ഉപ്പിലിട്ട് വെക്കാമല്ലോ. ഉപ്പ്. അതെ അതെ ഓക്കെ. അപ്പൊ നടപടിക്രമങ്ങളെല്ലാം കഴിഞ്ഞു. ഓക്കേ. ഓക്കെ. സന്തോഷായില്ലേ? ഇനിയാണ് ഈ പാർട്ടിക്ക് അഭിമാനിക്കാവുന്ന നേട്ടമുള്ളത്. ആ. ഓക്കെ ഏതായാലും കല്യാണം സാറ് പാർട്ടിയുടെ കീഴിൽ നടത്തിയല്ലോ. കല്യാണ പാർട്ടി, രാഷ്ട്രീയ പാർട്ടി, തോറ്റ പാർട്ടി, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളല്ലേ നമുക്ക് കിട്ടിയത്. ഈ പാർട്ടി എല്ലാം ഉണ്ട്. ഇതിന്റെ ക്രെഡിറ്റ് മുഴുവൻ ഇനി പാർട്ടിക്ക്. കൈയടിക്ക് മക്കളെ, കൈയടിക്ക്. കേട്ടാ? സീര ഇവിടെ നടക്കൂല. എന്ത്? ഈ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായില്ല. നമ്മുടെ മറ്റേ പാർട്ടിക്കാരനവൻ, എതിർ പാർട്ടി. ശരിയാവൂല. എന്റെ പൊന്ന് സാറേ, ഈ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായില്ല. ആര് പറഞ്ഞു? മുഖത്ത് നോക്ക്, പ്രായമില്ലേ? പ്രായമുണ്ട്, പൂർത്തിയായില്ല. ഏ? പൂർത്തിയായില്ല. ആര് പറഞ്ഞത്? ആര് പറഞ്ഞു? ഞാനേ നിങ്ങൾ പറഞ്ഞ ആസാമിൽ പോയി ഒരു അന്വേഷണം നടത്തി. അവിടുത്തെ തെളിവുകൾ കൊണ്ടാ വന്നത്. രേഖകൾ നോക്ക്. ഈ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായില്ല. കല്യാണം നടത്തിയ ഏമാമാരെല്ലാമേ പോക്സോ കേസിൽ അകത്താകും സാറേ. അപ്പൊ സാറകത്താകും. താനും ഞാൻ എന്തിനകത്താണ് സാറിനകത്താണ്? ഞാനകത്താവൂല. അതെന്നാ? ഞാൻ ഒപ്പിട്ടിട്ടില്ലല്ലോ. ഞാൻ ഒപ്പിട്ടിട്ടുണ്ടെങ്കിലേ ഞാനകത്താവും. ഒപ്പിട്ടില്ലെങ്കിൽ സാറിന്റെ പാർട്ടിയല്ലേ കല്യാണം നടത്തി. അപ്പൊ സാറിനകത്താണ്. എങ്ങനെ? ആരാ ഒപ്പിട്ടത്? നിങ്ങളും അടികളും. അപ്പൊ ഞാനൊരിക്കലും അകത്താവുന്ന പ്രശ്നമില്ല. അതാണ് നമ്മുടെ ബുദ്ധി. മനസ്സിലായില്ലേ? ഇതെന്ത് പരിപാടിയാ സാറേ ഇത്? അതാണ് ഇപ്പൊ കേരളത്തിൽ നടക്കണത്. എന്ത്? അണികൾ കഷ്ടപ്പെടും, നേതാക്കന്മാര് രക്ഷപ്പെടും. ആവേശം ഇനി കാണാൻ പോകുന്നതേ ഉള്ളൂ. പിള്ളേരല്ല 90s കിഡ്സ്. പറയൂ. നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ അഹങ്കാരം വളരെ കൂടുതലായത് കൊണ്ട് നമുക്ക് കുറച്ചുകൂടെ കഴിവുള്ള ആൾക്കാരെ ഇറക്കണം. ചിരിപ്പിച്ച് കൊല്ലണം എല്ലാത്തിനെയും. അതെ, correct. സോ നമുക്ക് വരാൻ പോകുന്നത് നമ്മുടെ ചേച്ചിയമ്മായിട്ടുള്ള രാധിക ചേച്ചി, നമ്മുടെ ചക്കടക്കുട്ടനായിട്ടുള്ള പ്രണവ്, പിന്നെ രണ്ടിന്റെ ഇടയിൽ നിൽക്കണ സോന. ഓഹോ, കിട്ടിയ ടീമാണ് പെർഫോം ചെയ്യാൻ എത്തുന്നത്. അപ്പം ശ്വേത ചേച്ചി കിടിലം ടീമിന് വേണ്ടി നമ്മുടെ ബാറ്ററി ഒന്ന് ഓണാക്കി തരണം. ബാറ്ററി ഓൺ ആണ്. താങ്ക് യു. എങ്കിൽ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം രാധിക ചേച്ചി, പ്രണവ് ആൻഡ് സോന. ഹലോ, എവിടെത്തി? അയ്യോ, അതില് വരണ്ടോ, അവിടെ പട്ടിയുണ്ട്, കടിക്കും. അതിന്റെ പുറകിൽ ഒരു വഴിയുണ്ടേ, അതിൽ നേരെ വന്നാ മതി. ഒരു 6ാമത്തെ വീട്, പച്ച ഗേറ്റൊക്കെ ഇട്ടിട്ടുള്ളേ. ഞാൻ കാത്തിരിക്കാം. വന്ന് തന്നിട്ട് പൊക്കോ. വന്നിട്ട് മതിലിൽ തട്ടിയാ മതി. എന്നെ തൊട്ടാനല്ല, മതിലിൽ തട്ടിയാ മതിയെന്ന്. ആരടി ഫോൺ വിളിക്കണ? എന്റെ കൂട്ടുകാരന്മാർ 1000 പ്രാവശ്യം പറഞ്ഞു നിന്റെ ചേച്ചിക്ക് ഭയങ്കര ഫോൺ വിളിയാണെന്ന്. എവിടെ ഉള്ളവൻ? എനിക്കറിയത്തില്ല. ഓ, അന്നോണിമസ്. അങ്ങനെ അവന്റെ പേര്? നല്ല പേര്. നിനക്കല്ലേ അറിയാവുള്ളൂ. നീ അല്ലേ ഈ കിടന്ന് വിളിക്കണ? എടാ, എനിക്കറിയത്തില്ല. ഇത് നിന്റെ ഫോൺ, നിനക്ക് വന്ന കോള്. ഞാനത് അറ്റൻഡ് ചെയ്ത് നോക്കിയപ്പോ നല്ല സ്വീറ്റ് ആയിട്ടുള്ള വോയിസ്. ഞാനതൊന്ന് കണ്ടിന്യൂ ചെയ്ത്. അല്ല, നീ എന്തുവാടാ ഇതിനകത്ത് ഓർഡർ ചെയ്ത് വെച്ചേക്കുന്നേ? അത് പുരുഷന്മാർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനം. സുബടി, എടി മീശ. മീശയാ? അയ്യേ, എടാ, ഇതൊക്കെ സ്വന്തമായിട്ട് കിളിപ്പിച്ചെടുക്കേണ്ട സാധനമാടാ. അല്ലാതെ ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്ത് മീശ മേടിക്കുന്ന ഞാൻ ആദ്യമായിട്ട് കാണുവാ. അച്ഛൻ ഉപേക്ഷിച്ച് പോയ ഈ വീടിനെ മുന്നിൽ നിന്ന് നയിക്കുന്നത് ഞാനാണല്ലോ. അധികം മുന്നോട്ട് നയിക്കാൻ നിൽക്കണ്ട, ക്യാമറ മാസ്കാവും. അപ്പൊ എനിക്ക് പൗരുഷൻ ചെറുതായിട്ട് കുറഞ്ഞാന്നൊരു ഡൗട്ട്. അതിനാണ് ഈ മീശ. ഇതും കൂടെ ആവുമ്പോ കംപ്ലീറ്റ് ആവും. കറക്റ്റ് ആവും. 10ാം ക്ലാസ് തോറ്റിട്ട് കേറ്ററിംഗിന് പോയിട്ട് വല്ലപ്പോഴും ഒരു 300 രൂപ കിട്ടുന്നത്. നിന്റെ 10 പണിയുടെ പൈസ കൊണ്ടല്ലേടാ നീ മീശ മേടിച്ചത്. എനിക്ക് ഇന്നലെ പണി കഴിഞ്ഞ് കൊണ്ടുവന്ന ബാക്കി വന്ന ബിരിയാണി നീ മൂക്കുമുട്ട തിന്നാ. കള്ളം പറയരുത്. എന്ത് കള്ളം പറയരുത്? എന്ത്? മൂക്കി മുട്ടാതാണ് ഞാൻ വായി വെച്ചത്. നീ 300 രൂപയ്ക്ക് മീശ മേടിച്ചാല് ഞാൻ അമ്മ പറയട്ടാടാ, അമ്മ അറിഞ്ഞാ തിന്നും. അമ്മ മീശ ഇന്നോ? മീശയല്ലടാ, നിന്നെ തിന്നുന്നു. പറയട്ടാ. എടി മരപ്പട്ടി, എന്താടാ വിളിച്ച? അമ്മയല്ലമ്മ, അമ്മ, ഇനി വന്നേ അമ്മ. എടി, നക്കി പട്ടി. നൈറ്റിന്റെ ശിവകാമി ദേവി. അടിപൊളി. അമ്മ എന്തിനാ
അമ്മ പൊട്ടിക്കരയണ ആര് പൊട്ടിക്കേറി പൊട്ടിക്കരയില്ല പൊട്ടിക്കരയില്ല പോയടി അമ്മ അച്ഛൻ നമ്മളെ ഉപേക്ഷിച്ച് പോയിട്ട് ഇത്ര നാളായില്ലേ അമ്മ? ഇനി അമ്മ അതോർത്ത് ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കാതെ. നിന്റെ അച്ഛൻ പോയതിനാണെങ്കിൽ ഇത്രയേ ഉള്ളൂ. ഇത് വേറെയാ. വേറെ അച്ഛനോ? അല്ല, ഇത് വേറെയുള്ളതിനുള്ള കരച്ചിലാ. അല്ല, വേറെന്താ അമ്മ കാര്യം? എന്റെ ചിട്ടി പൈസ മൊത്തം പോയടി. ചിട്ടി പൈസ എങ്ങനെ പോയമ്മ? എന്റെ ഫോണ് കളഞ്ഞു പോയി. ഫോൺ പോയാ ചിട്ടി പൈസ എങ്ങനെയാ പോകുന്നേ? എടി, ആ സുശീല ആ ഫോണിനകത്തിലല്ലേ ഗൂഗിൾ പ്ലേക്കകത്തിലല്ലേ പൈസ ഇട്ടേ. അപ്പൊ അത് അമ്മ, മൊത്തം പോയി. പേ. നിന്റെ അച്ഛനാ? അതല്ലേ ഗൂഗിൾ പേ എന്നാണ് അതിനെ പറയണത്. ഇപ്പൊ പേ ആയാലും പ്ലേ ആയാലും പോയപ്പോ ഞാൻ ബ്ലിങ് എന്നായി. ഇതിനു വേണ്ടി കരയാൻ വേണ്ടി അതിന്റെ അകത്ത് എത്ര രൂപ ഉണ്ടായിരുന്നു? 2 4 4 0. അതിപ്പോ കൂട്ടി വരാൻ കുറെ പാടുപെടും. 4,40,000 കൊണ്ട് കളഞ്ഞിട്ട് അമ്മ ഈ വായ്പൊളന്ന് നിൽക്കണ. കൂട്ടി വായിക്കുമ്പോ അങ്ങനെയാണോ? ഈ നാട്ടിൽ കിടക്കുന്ന എല്ലാ കാര്യവും കൂട്ടി വായിക്കാൻ അറിയാമോ? എനിക്ക് 4 അക്കം കൂട്ടി പറയാൻ അമ്മയ്ക്ക് പാട്. അയ്യോടാ. എന്താ ഒരു കിടുക്കാച്ചി കൗണ്ടർ ഉണ്ടായിരുന്നു, അതങ്ങ് മറന്നു പോയി. തുടങ്ങി. ഇതാണ് പ്രാക്ടീസിനോടണം പ്രാക്ടീസിനോടണം എന്ന് പറയണം. അല്ല, അമ്മ എന്നാത്തിന് ഈ പെട്ടി അടിക്കൊണ്ട് വന്നേക്കുന്നേ? ആ, നിന്റെ അച്ഛന്റെ പെട്ടിയായത്. അങ്ങേര് ഇവിടെ പോയ സ്ഥിതിക്ക് ഇനി അങ്ങേരുടെ ഒരു സാധനം ഇവിടെ വേണ്ട. അതെ, നമ്മളെ കുടുംബത്തിനെ ഉപേക്ഷിച്ച് പോയ അച്ഛന്റെ ഒരു ഓർമ്മകൾ ഇനി വീട്ടിൽ വേണ്ട. എന്നാ ആദ്യം നിങ്ങൾ രണ്ടുവിടുന്ന പിന്നെയൊക്കെ കാണുമ്പോഴാ അങ്ങേരെ ഞാൻ ഓർമ്മ വരുന്നത് തന്നെ. സമാധാനമായോ നിനക്ക്? സമാധാനമായോ? അവൻ അച്ഛനെ പറയിപ്പിക്കുന്നു. നിനക്കറിയോ, നമ്മുടെ അച്ഛൻ കൊണ്ട വെയില നമ്മൾ 2 മക്കളുടെ തണല്. അങ്ങേര് കൊണ്ട് വെയിലിന്റെ കഥ മാത്രം നീ പറയല്ലേ. മൂക്കുമുട്ടെ പഴുങ്ങിഞ്ഞി അടിച്ച് മുറ്റത്തോട്ടൊന്ന് തുപ്പിയപ്പം സന്താനം അടിച്ചെന്നും പറഞ്ഞ് സന്താനം എന്റെ അച്ഛൻ അടിച്ചത്. സന്താനമല്ലടാ, സന്താൻ. അവൻ അടിച്ചെന്നും പറഞ്ഞ് 3 കുപ്പി സൺസ്ക്രീമാണ് ഞാൻ മേടിച്ചു കൊടുത്തത് അങ്ങേർക്ക്. അമ്മ, ഇനിയിപ്പൊ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പറഞ്ഞിട്ട് കാര്യമുണ്ട്, ഞാനാ മേടിച്ചു കൊടുത്തത്. അതൊക്കെ ഓരോ അവസ്ഥയാ. ഇപ്പൊ തന്നെ നോക്ക്, വീടിന് പുറത്തിറങ്ങിയ വെയിലടിച്ചു മരിക്കും, വീടിനകത്തിരുന്ന പാമ്പ് കടിച്ചു മരിക്കും. അതുകൊണ്ട് ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ഇതൊക്കെ ഇവിടെ വെച്ച് നിർത്തിച്ച് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഗൾഫിൽ പോവാ. അതിനെന്തോ തുടങ്ങി നിർത്താൻ ഈ കള്ളച്ചോറ് തീറ്റിയോ? അല്ല, നീ ഗൾഫിൽ പോയിട്ട് നീ എങ്ങനെ ജീവിക്കാനാ നിന്റെ പ്ലാൻ? അന്തസ്സായിട്ട് കടല വർത്തിട്ടാണെങ്കിൽ ഞാൻ ജീവിക്കോടി. നിന്റെ കടല ഇതിലില്ല. നാട്ടിലും വറക്കാൻ കടല കേട്ടോ. ഇവിടെ എവിടെയാ മണല്? അവിടെ എനിക്ക് നിറയെ മണലല്ലേ, എനിക്ക് ഓടി നടന്ന് കടല വറക്കാം. ആ, നീ ആ കടല വറുത്ത് വെക്കും, മരുഭൂമി വരുന്ന ഒട്ടകം തിന്നേച്ചു പോകും നിന്റെ കടല. അവിടുത്തെ ഒട്ടകമൊക്കെ കടല തിന്നുവാ അമ്മ? ഇതിനൊക്കെ എന്തുവാടാ മറുപടി പറയുന്നത്? നീ ഗൾഫിൽ പോകണ്ട, ഇങ്ങനെ പോര്. അമ്മ ഇനി വീട്ടിൽ കിടന്ന് കഷ്ടപ്പെടണ്ട അമ്മ. അപ്പൊ വെളിയിലെങ്ങാണ്ട് വിട്ടെന്നെ കഷ്ടപ്പെടുത്താനാണ്. അതല്ല, നമുക്ക് വീട്ടു ജോലിക്ക് ഒരു പെൺകൊച്ചിനെ നിർത്താം. ആ, അത് നല്ലതാ. നിന്റെ അച്ഛൻ കൊടുക്കുവോ ശമ്പളം? അതല്ല, ശമ്പളം ഒന്നും കൊടുക്കണ്ട. എന്നെ അമ്മയെ നോക്കി ശിഷ്ടകാലം അവൾ ഈ വീട്ടിൽ കഴിയട്ടെ. അതാ ലത ചേച്ചിയുടെ മോളായാലോടാ. ഡബിൾ ഓക്കെ. അവൻ പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായോ? അവൻ ആ പെണ്ണുമായിട്ട് ലൈനാമേ, അവൻ അവളെ കല്യാണം കഴിച്ചോണ്ട് വരാന്ന്. ആ തോടങ്ങെടുത്ത് കളമോനെ, ആ മുട്ടത്തോട്. മുട്ടേന്ന് വിരുവില്ല, അതിന് മുമ്പേ അവന് കല്യാണം കഴിക്കണം പോലും. അവളെ ഇവിടെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് എങ്ങനെ ചെലവിന് കൊടുക്കൂടാ? 3 അക്ക ശമ്പളം ഉണ്ട്, പൊന്നോലെ ഞാൻ നോക്കും. 300 രൂപ അതാ അവന് ശമ്പളം. ഈ 300 രൂപ കൊണ്ട് നീ 3 പെണ്ണുങ്ങളെ എങ്ങനെ നോക്കൂടാ? അമ്മയ്ക്ക് 100, എനക്ക് 100, തക്കട് മുത്തിന് 100. പെണ്ണുപിള്ളക്ക് കൊടുത്തപ്പോ തക്കട് മുത്തന്ന്. അല്ല, ഈ പൈസ എല്ലാം ഞങ്ങൾക്ക് തന്നു കഴിഞ്ഞാ നീ എങ്ങനെ ജീവിക്കും? പറയുമ്പോൾ ഞാൻ എങ്ങനെ ജീവിക്കും? ഇപ്പൊ തന്നെ 100 ഒരു 50 രൂപ അമ്മ. സുശീലക്ക് ചിട്ടി പൈസ കൊടുത്തു, ഇപ്പൊ കൊടുത്തതേ ഉള്ളു. ചിട്ടി പൈസ ഇപ്പൊ കൊടുത്തത് 50 രൂപ. എനിക്ക് എന്റേതായിട്ടുള്ള കുറെ ചെലവുകളുണ്ട്. അല്ലെ തന്നെ നീ ചോദിക്കുമ്പോ എടുത്തരയ്ക്കുന്നല്ലേ? നിന്റെ പെണ്ണുപിള്ളോട് ചോദിക്കില്ല. എനിക്ക് 50 രൂപ വേണ്ട. ചോദിക്കത്തില്ല, അച്ചിക്കോൻ തന്നെ അവിടെ അതല്ല, കുടുംബത്തിന്റെ പ്രാരാബ്ദം മാറ്റാൻ ശ്രമിക്കുന്ന ഒരു യുവാവ് എന്ന നിലയിൽ ഞാൻ കുറച്ച് അവാക്കെന്തരായതമ്മ പക്ഷെ ഇതൊന്നും സഹിക്കാൻ എന്നെ കൊണ്ട് വയ്യ. ദാണ്ട ഈ പെട്ടിക്കകത്ത് അച്ഛന്റെ പ്രമാണം ഇരിപ്പുണ്ട്, അതെടുത്ത് വിറ്റേച്ച് നമുക്ക് എന്തെങ്കിലും ബിസിനസ് തുടങ്ങാം. അതൊന്നും നടക്കത്തില്ല. ഇത് അച്ഛന്റെ ഓർമ്മയ്ക്കായി ഞാൻ സൂക്ഷിച്ചു വെച്ച സാധനം. അച്ഛന്റെ ഓമയ്ക്ക് നല്ല ഉള്ളതാ. അപ്പൊ ഇത് നിറച്ച് ഓമയ്ക്കായിരിക്കും. ഓർമ്മയ്ക്കല്ല, അച്ഛന്റെ ഓർമ്മയ്ക്കായിട്ട് ഞാൻ സൂക്ഷിച്ചു വെച്ചതാ. ഞാൻ ഇത് തരത്തില്ല. നിന്റെ അച്ഛന്റെ വഴക്കുണ്ടാക്കാതെ തിരിച്ചു വെച്ച് തിരിച്ചുകൊണ്ട് വച്ചിട്ട് എന്റെ അടുത്ത് ഇതെങ്ങനെയായിരുന്നു ഇങ്ങനെ ആദ്യമേ പറഞ്ഞാണ് പെട്ടി തുറന്നു വയ്ക്കാൻ. ബ്രഷ് ഇങ്ങെടുക്കടാ. എന്റെ അച്ഛൻ വെപ്പൂല് വെച്ചപ്പോ തേച്ച ബ്രഷ്. നല്ല പല്ലുള്ളപ്പോ ഇതേ വെച്ച് 4 ഒരേ വരച്ചിരുന്നെങ്കിൽ വെപ്പൂല് വെക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു. അച്ഛന്റെ മീശയാ
അപ്പൊ അച്ഛനും എന്നെ പോലെ അമ്മ നമ്മൾ മീശയില്ല കുടുംബമാണ്. അച്ഛനും വെപ്പ് മീശ. അതല്ലടാ ഇത്. ഒരു ദിവസം അടിച്ച് ഫിറ്റായിട്ട് വന്നപ്പോഴേ എന്റെ വീട്ടുകാരെ പറഞ്ഞു, എനിക്ക് ദേഷ്യം വന്നു. മുഖം അടക്കം ഞാനൊരു പിടി പിടിച്ച് ഇവിടെ പറിച്ചു വെച്ച് സൂക്ഷിച്ചു നോക്ക്, മൂക്കും ചുണ്ടും കാണും. അമ്മ ഇതിന്റെ അകത്ത് ഇനി ഒത്തിരി സാധനങ്ങളൊക്കെ ഉണ്ടമ്മ. വളരെ തെടിയേച്ചി. പിന്നെ അതിനെല്ലാത്തിനും കൗണ്ടർ നീ ഒന്നും ഉണ്ടാക്കൂടാ. കൗണ്ടറിന് പറ്റിയ സാധനം മാത്രം എടുത്താൽ മതി. ആ ഓക്കെ അമ്മ. എട്. അച്ഛന്റെ തൂവൽ. അത് അച്ഛന്റെ തൂവലല്ലേടാ, കോഴിയുടെ തൂവല്. പിന്നെ നിന്റെ അച്ഛൻ എന്തുവായിരുന്നെന്നാ വിചാരം? അങ്ങേരുടെ സ്വഭാവം അനുസരിച്ച് അയാൾ വെറും കോഴിയല്ല, ഗിരിരാജൻ കോഴിയാണ്. അയ്യോ അമ്മ, ദേ, അച്ഛന്റെ പെട്ടിക്കകത്ത് ശ്വേതാമേനോന്റെ പടം. അങ്ങേരുടെ രക്തത്തിൽ ശ്വേതാമേനോൻ അലിഞ്ഞിരിക്കുവല്ലായിരുന്നു. അതെന്നാ അമ്മ? ഒരു ദിവസം ഡോക്ടർ എന്ന് പരിശോധിച്ചപ്പം അയാളുടെ ബ്ലഡിലെ ശ്വേതരക്താണുക്കൾ കുറവാ പോലും. അതിന് അയാൾ അത് മേടിച്ച് വെച്ചതാ. ഇതെടുത്ത് അയാൾ അങ്ങനെ നോക്കും, ശ്വേതരക്താണു കൂടും, ചാർജ് ആവും. ഇതെടുത്ത് നോക്കും, ശ്വേതരക്താണു കൂടും, ചാർജ് ആവും. നോക്കും, കൂടും, ചാർജ് ആവും. ഇതായിരുന്നു അങ്ങേര്. അല്ല നീ എന്തുവാടാ ഇതിന് നോക്കുന്നേ? എലീന പഠിക്കലിന്റെ ഫോട്ടോ ഉണ്ടാ നോക്കിയതാ. എന്തിന്? ചാർജ് കുറയ്ക്കാൻ എന്തെങ്കിലുമൊക്കെ വേണ്ടേ? പോടാ അവിടുന്ന്. എടാ, അമ്മ ആദ്യം പറഞ്ഞ എന്തുവായിരുന്നു? പ്രമാണം നോക്ക്, വേറെ കഥയൊക്കെ നിർത്താം അങ്ങോട്ട്. ഈ അച്ഛന്റെ എൽപത്രം. വിൽപത്രം അല്ലടാ, വിൽപത്രം. അയ്യോ അയ്യോ, ആ തന്തയുടെ മക്കള് തന്നെ ഇത് മൊത്തം കീറി എല്ലാം പോയി. അമ്മ ഇത് കൂട്ടി വെച്ചൊക്കെ വായിക്കാം. വലുതെനിക്ക്. വലുതെനിക്കുന്നു. അച്ഛന് കിട്ടിയ ബാക്കി അവളെ വായിരങ്ങ. തുമ്പപരമായി കിട്ടിയ 50 സെന്റ് വാ. അങ്ങേറെ സ്വഭാവം 50 സെന്റ് ആയിരിക്കത്തില്ല, അങ്ങേർക്ക് 100 സെന്റ് വായുണ്ട്. വായല്ലമ്മ, 50 സെന്റ് വസ്തുവും അതിനടുത്തുള്ള പുരയിടവും എന്റെ അനന്തരവനായ ആനന്ദ കുട്ടൻ എഴുതി നൽകിയിട്ടുണ്ട്. അങ്ങനെ 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 ആനന്ദ കുട്ടൻ എഴുതി നൽകിക്കല്ല കൊടുത്ത്. വല്ലോനും എഴുതി കൊടുത്തോ? എനിക്ക് വയ്യ. അത് മാത്രല്ലമ്മ, അതിൽ പ്രകാരം എന്റെ ഭാര്യയും 2 മക്കളും വല്ലോനും എഴുതി കൊടുത്തോ? നമ്മളും മൂവാറ്റുപുഴയിലെ ബാങ്കിലെ പൈസ. പൈസ 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 ബാക്കി അവളിൽ വായറി അങ്ങോട്ട് അടച്ചു തീർക്കേണ്ടതുണ്ട്. അച്ഛൻ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തേ? അമ്മ, അച്ഛൻ ഇപ്പൊ എവിടാ അമ്മ? അമ്മ ഒന്ന് പറ അമ്മ. ഒന്നും മിണ്ടായി. പുല്ല് കയ്യിൽ എഴുതിയിട്ടേക്കുമായിരുന്നു. മാനം കടിച്ചത്. നീ കയ്യിലല്ലായിരുന്നു, നീ കയ്യിലല്ല. അച്ഛൻ എവിടെയെന്ന് പറയാമോ? നിനക്ക് കാണണം നിന്റെ അച്ഛനെ? അതെ, നിനക്ക് കാണണം നിന്റെ അച്ഛനെ? കാണണം. എന്താ വിയൂർ സെൻട്രൽ ജയിലിലോട്ടിയല്ലേ, അവിടെ ഉണ്ട്. ജയിലില്ല. എങ്ങനെയമ്മ ജയിലില്? അച്ഛൻ എന്തോ എടുത്തോണ്ടാ ഇവിടുന്ന് പോയത്? അമ്മയുടെ 5 പവന്റെ സ്വർണ്ണമാല. അല്ല, അമ്മയുടെ 5 പവന്റെ മുക്കുവണ്ടം. അതെങ്ങനെ? അങ്ങേരെ എന്റെ സ്വർണ്ണമാല അടിച്ചോണ്ട് പോകുമെന്ന് എനിക്ക് നല്ല ബോധ്യം ഉണ്ടായിരുന്നു. അതിനാണ് വിഷുക്കണിയോടൊപ്പം ഞാൻ സ്വർണ്ണമാലയ്ക്ക് വരെ മുക്കുവണ്ടം വെച്ചത്. അങ്ങേരെ അത് അവിടുന്ന് തൂക്കി, അങ്ങേരെ പോലീസ് തൂക്കി അകത്തിട്ടു. എങ്ങനുണ്ട് എന്റെ ബുദ്ധി? അച്ഛനല്ലേ പോയുള്ളു, അമ്മയില്ലേ? വരുന്നു. അമ്മ കാരണം അച്ഛൻ ഇപ്പൊ അവിടെ ജയിലിൽ കിടന്ന് 3 നേരം നല്ല ഭക്ഷണവും തിന്ന് ബിരിയാണിയും തിന്ന് കൊഴുത്ത് കയറും. ഇവിടെ ഞാൻ അളിഞ്ഞ പഴിഞ്ഞ് തിന്ന് ഇവിടെ കിടക്കേണ്ടി വരൂലേ? അമ്മയാണ് ഇതിനൊക്കെ കാരണം. ഞങ്ങൾ ഇനി അമ്മയോട് മിണ്ടത്തില്ല. എന്താ ചെയ്യണം? അമ്മ, ഇനിയെങ്കിലും ആ 2 കയ്യിൽ എഴുതിയിരിക്കുന്ന ഒന്ന് കൂട്ടിച്ചേർത്ത് വായിക്കമ്മ. ശുഭം പശു. അതും തെറ്റിച്ചു. ശുഭം. സൂപ്പർ കാസ്റ്റിംഗ് എന്ന് പറയില്ലേ, നമ്മളൊരു നല്ല സിനിമ കണ്ട എക്സലന്റ് കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ സൂപ്പർ. 3 പേരും. സോന, യു സച്ച് എ ക്യൂട്ടി പായി. സത്യം പറയാണ്, നല്ലൊരു ചേച്ചീൻ്റെ 2 മറ്റേ നമ്മളെ വഷളം കുട്ടികള്. നല്ല അമ്മയ്ക്ക് നല്ല 2 നോട്ടി ബോയ് ആൻഡ് എ ഗേൾ. സൂപ്പറായിട്ട് നന്നായിട്ട് നല്ലൊരു ഇതായിരുന്നു. നല്ല എന്താ പറയുക, നല്ല സ്ക്രിപ്റ്റ്, നല്ല പെർഫോമൻസ്, ഭയങ്കര ഇങ്ങനെ ഒഴുകണ്ടായിരുന്നു. സൂപ്പർ. നന്നായി ചിരിച്ചു.
സൂപ്പർ. അല്ല ശരിക്കും ഞാൻ എന്താ വിചാരിച്ചതല്ല, നിങ്ങൾ ശരിക്കും അമ്മയും മക്കളും എന്നാ ഞാൻ വിചാരിച്ചത്. അപ്പൊ ആലീസ് പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് അതല്ല എന്നുള്ളത്. അപ്പൊ അങ്ങനെ തന്നെ കാണരുത്. ഈവൻ നിങ്ങൾ പെർഫോം ചെയ്യുമ്പോഴും നമ്മൾ അമ്മേനെയൊക്കെ പിടിക്കുന്നില്ലേ, ലൈക്ക് അതുപോലെ തന്നെ ഭയങ്കര അങ്ങനെ രസമായിട്ട്. തന്നെയാണ്. ഇപ്പം വെളിയിൽ ഇറങ്ങിയാലും ഞങ്ങൾ അങ്ങനെ പോക്കൊണ്ട് അപ്പൊ അത് അത്ര ആത്മബന്ധമായിട്ട് നിൽക്കുന്നോണ്ടാണ് ഫ്ലോറിൽ അത് പറ്റുന്നത്. ഏകദേശം ഷേപ്പും സെയിം തന്നെ. Same തന്നെ. എന്തായാലും ഈ ഫാമിലി ഇതേപോലെ മുന്നോട്ടേക്ക് ഇനിയും കുറച്ച് ഫാമിലി സ്റ്റോറീസ് നമുക്ക് കാണണമെന്നുണ്ട്. ഇന്നത്തെ ഈ കിഡിലും പെർഫോമൻസിലും എത്രത്തോളം ബാറ്ററി ചാർജ് കയറി എന്നുള്ളത് ഞങ്ങളുടെ ടീമും കൂടെ ഒന്ന് കാണട്ടെ. ഓക്കെ, തിരിഞ്ഞോ, അതാ ബാറ്ററി വരികയാണ്. പണമൊഴുകണ കടി പറന്നിറങ്ങണ ചിരി ചിരി പല ചിരി ധൃതതുണ്ടന താളത്തിൽ ഞാൻ കരനിറയെ പണമൊഴുകണ കളി പറന്നിറങ്ങണ ചിരി ചിരി പല ചിരി. അയ്യോടാ അയ്യോടാ. കുറച്ചുകൂടെ ഇങ്ങോട്ടും താടേ. അവന് ഭയങ്കര ഇതായിരുന്നു. അവന് ഒരു ബമ്പർ എന്നും പറഞ്ഞ് 50 അടിക്കാൻ എന്റെ കുഞ്ഞിന് ഭയങ്കര സന്തോഷം. അയ്യോടാ. ദൈവമേ, പ്രണവ് ഇമോഷണൽ ആയോ? കരയുവാന്ന് തോന്നുന്നു. ആദ്യമായിട്ടൊക്കെ ഇവിടെ സ്കിറ്റിന് വന്നപ്പം നാടകമായിരുന്നു കളിച്ചോണ്ടിരുന്നത്. സ്കിറ്റിന്റെ ഒരു ഇത് പറഞ്ഞുകൂടാ. അവിടെ നിന്നും ഇങ്ങോട്ട് വന്ന ആ ഒരു ഇത് പെട്ടെന്നൊരു ഗ്രോത്ത് അല്ല. അപ്പൊ അതിന് കൂടെ നിന്നവരെല്ലാരെയും മനസ്സുകൊണ്ടൊന്ന് വെരി ഗുഡ്. അപ്പൊ വടക്കേക്കര ഇറക്കുന്ന പറഞ്ഞ ഇറക്കും തൂക്കിയിരിക്കും. കണ്ടല്ലോ അതൊക്കേക്കര. ഇനി ക്യാഷും കറക്റ്റ് നമ്മൾ ഇടുക. കാണിച്ചു തരാം ചേച്ചി. ആ 50,000 രൂപ ചൂടോടെ അങ്ങ് ഇട്ട് കൊടുക്കട്ടെ. Yay! എന്തായാലും ഗൈസ്, ഇതിന് മേലെ നിങ്ങൾക്ക് വെക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് വെച്ച് കാണിക്കും. അങ്ങനെ രാധിക ചേച്ചിയും ടീമും വന്ന് കിടിലമായിട്ട് ഇവിടെ പെർഫോം ചെയ്തു. 50,000 രൂപ അടിച്ചിട്ടാണ് നമ്മൾ മാറ്റി കൊടുത്തത്. മാറി കൊടുത്തിരിക്കുന്നത്. കാരണം ഇനി അടുത്ത ടീമുകാർ അവരുടെ പെർഫോമൻസ് ഇറക്കാൻ പോവാണ്. അതെന്താന്നുള്ള ഞങ്ങൾക്ക് കാണാം. അതൊക്കെ മേലെ പോവോ എന്നുള്ളതൊക്കെ നമുക്കറിയാം. അത് നിങ്ങൾ കാണുകയും ചെയ്യും, വായും പൊളന്ന് ചിരിക്കുകയും ചെയ്യും. അത്രയ്ക്ക് നല്ലൊരു ടീമിനെയാണ് നമ്മൾ തെക്കേക്കര ഇറക്കുന്നത്. തെക്കേക്കരക്കാർ പറഞ്ഞല്ലോ, ഇവര് മാലാഖമാര് മാത്രമല്ല പോരാളികളും കൂടെ ആണെന്നുള്ളത്. അതുകൊണ്ട് ഈ മാലാഖമാരുടെ കൂട്ടത്തിൽ നിന്നുള്ള ഒരു പോരാളിയാണ് ഇന്നിവിടെ വരാൻ വേണ്ടി പോകുന്നത്. ആരാണാവോ അത്? ശരത്, ഷൈൻ ആൻഡ് ഐശ്വര്യ. ചേച്ചി ബാറ്ററി ഒന്ന് ഓൺ ചെയ്തു. ബാറ്ററി ഓണാണ്. പെർഫോമൻസ് കണ്ടാലോ? ഓക്കേ. ഹലോ 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 ബേബി. ആണോ ബേബി? എന്ത് ചെയ്യാ? ഞാൻ എന്ത് വേണ ചേട്ടാ? നിന്റെ അച്ഛനിപ്പോ എന്തോ ചെയ്യുന്നു? ഓ, അച്ഛൻ വാശിപ്പുറത്താ. ഇറങ്ങി താഴെ ഇരിക്കാൻ പറ. മേശപ്പുറത്തിരിക്കുന്നല്ലേ പറഞ്ഞേ? മേശപ്പുറത്തല്ല, വാശിപ്പുറത്താന്ന്. നിന്റെ അച്ഛന് വാശി ഉണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ വരും, നിന്റെ അച്ഛനോട് സംസാരിക്കും, നിന്നെ ഞാൻ കല്യാണം കഴിച്ചോണ്ട് പോവുകയും ചെയ്യും. അയ്യോ വേണ്ട വേണ്ട, ഇങ്ങോട്ട് വരണ്ട. അയ്യോ, അങ്ങനെ പറഞ്ഞാ പറ്റത്തില്ല. ഈ വേലിക്കൽ വരെ വന്നിട്ട് ഞാൻ വീട്ടിലോട്ട് കയറാതെ പോകുന്നത് ശരിയല്ലല്ലോ. വേലിക്ക് വന്നെന്നോ? അല്ല, അത് പിന്നെ കട്ട് ചെയ്താ. അയ്യോ, ഇന്നെല്ലാം കൂടാവും. ആരാ നീ? എന്നെ മനസ്സിലായില്ലേ? ഇല്ല. ഇപ്പഴോ? ഓ, എന്റെ ബേബി. അതാണ്. നിനക്ക് ഇങ്ങനെ നിൽക്കുമ്പോ എന്നെ മനസ്സിലാകുന്നില്ലല്ലോ. ഇല്ല. അപ്പോൾ നിന്റെ അച്ഛൻ ഇതുവരെ എന്നെ കണ്ടിട്ടില്ലാത്തത് കൊണ്ടും ഇങ്ങനെ വന്നാലും എന്നെ പിടിക്കത്തില്ല. അല്ല, നീ വിചാരിക്കുന്ന കണക്കല്ല അച്ഛൻ. ഈ വീട്ടിൽ ഒരു ഈച്ച കയറിയാൽ അച്ഛൻ അറിയും. അതിനാ നിന്റെ അച്ഛൻ ചക്കപ്പഴമാണ്. അതാണോ ഞാൻ പറഞ്ഞേ? എന്നെ ഒരു ഡിറ്റക്റ്റീവിനെ കൊണ്ടേ കെട്ടിക്കോളന്ന് വാശിയില്ല അച്ഛൻ. അപ്പൊ ഒരു വീട്ടിൽ 2 കൊമേഡിയന്മാര് ചിരിച്ചുള്ള ഉപ്പാട് വരും. കൊമേഡിയൻ. ലെഫ്റ്റ് ഓൺ ലെഫ്റ്റ്, ലെഫ്റ്റ് ഓൺ ലെഫ്റ്റ്, ലെഫ്റ്റ് ഓൺ ലെഫ്റ്റ്, ലെഫ്റ്റ് ഓൺ ലെഫ്റ്റ്, ലെഫ്റ്റ്. അച്ഛാ, അച്ഛൻ എന്തിനാ ഇങ്ങനെ ലെഫ്റ്റ് അടിച്ച് നടക്കുന്നേ? എടി, എന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അത് എനിക്കൊരു മെസ്സേജ് വന്നു. ഞാൻ ലെഫ്റ്റ് അടിച്ച് പോണോന്ന്. ഇങ്ങനെ ലെഫ്റ്റ് അടിച്ച് തേരാ പാരാ നടക്കണോന്നല്ല, പിന്നെ ലെഫ്റ്റ് അടിച്ച് ഗ്രൂപ്പിൽ നിന്ന് ഇറങ്ങി പോവാനാ. ഞാൻ ഗ്രൂപ്പിൽ നിന്ന് ഇറങ്ങി പോനോ? അഡ്മിനായ ഞാനോ? അതാരാ പറഞ്ഞതൊന്നും അറിയണമല്ല.
ഓ കണ്ടുപിടിക്കുന്നില്ലേ? ഇങ്ങോട്ട് എടുത്തേ, എനിക്കിത് കാണാലോ. ഇതാ സുധാകര മാമനല്ലേ? അവനെ കണ്ടെടുത്ത് എനിക്ക് കണ്ടുകൂടാ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ കണ്ടുപിടിക്കുന്നില്ല. അതെ, ഈ സുധാകരൻ മാമനായിട്ട് എന്തുവാണ് പ്രശ്നം? എന്റെ പൊന്നളിയാ, പ്രശ്നം പറയാനാണെങ്കിൽ ഒരുപാട് പ്രശ്നമുണ്ട്. ഓ, അനിയനാ? ഒന്നും മിണ്ടണ്ട, കൂടെ സിറ്റി. അളിയൻ പറയണിയാ, എന്റെ പൊന്നളിയാ, അളിയൻ കേൾക്കണം, പറയണേ. ഇവൻ വാട്സ്ആപ്പ് ഗ്രൂപ്പിനകത്ത് എനിക്കൊരു മെസ്സേജ് അയച്ചു. ആ ഗ്രൂപ്പിന്റെ നാടി ഞരമ്പ് അവനാണെന്ന് പോലും. അപ്പൊ തന്നെ ഞാൻ റിപ്ലൈ അയച്ചു, നീ നാടി ഞരമ്പല്ല, നീയാണ് ഇതിന്റെ മെയിൻ ഞരമ്പെന്ന്. എന്നിട്ട് വിഷയമായി, അടിയായി, ബഹളമായി. പിന്നെന്തോ ചെയ്യാനാ, വീട്ടിട്ട് ഇറങ്ങു വരുന്നു ഞാൻ. എന്തിന്, ഫോണിലാ? അല്ല, മറ്റേ തീയുടെ എംബ്ലം ഇല്ലേ, എന്തിനാണ് അളിയ ഒരു നിസ്സാര കാര്യത്തിന് ഇങ്ങനെ വിഷയം ഉണ്ടാക്കുന്നത്? മോക്ക് പറഞ്ഞ് മനസ്സിലാക്കൂടെ? ഞാൻ പറഞ്ഞു കൊടുത്തോളാം. നീ ഏതാടാ? വഴിപോക്കൻ. വഴിപോക്കൻ എന്തോടാ എന്റെ മുറ്റത്ത് കാര്യം? അത് തന്നെ, ഞാൻ അതിലിങ്ങനെ വഴിയെ പോയപ്പോ ഇവിടെ എന്തോ പ്രശ്നം നടക്കുന്നതായിട്ട് തോന്നി. അപ്പൊ ഞാൻ വെറുതെ വന്ന് നിങ്ങളെ സഹായിക്കാന്ന് വിചാരിച്ചാണ്. ഒരു മനുഷ്യന് ഇന്ന് സഹായിക്കാൻ പറ്റത്തില്ല, അതൊരു കഷ്ടോടെ. ഒരു മനുഷ്യനെ സഹായിക്കുന്നതിന് ഇത്ര പ്രശ്നം. സഹായി, നീ വന്നേ. എടാ, ഞാൻ ആരാ നിനക്കറിയാവോ? ഇല്ല. ആയ കാലത്ത് എന്താ ചെയ്തെന്നറിയാവോ? ആയ കാലത്ത് എഴുന്നേറ്റ് ഉപ്പുമാവ് ഉണ്ടാക്കും. അംഗനവാടിയിൽ ആയ ഉണ്ടാക്കുന്ന കാര്യമല്ല. ഞാൻ ആരാണെന്ന് നിനക്കറിയാവോ? എടാ, ശത്രുക്കളെ വല വീശി കെണിയിലാക്കുന്ന ഒരാളായിരുന്നു ഞാൻ. അപ്പൊ 8 കാലി, ബാക്കി കാലവിടെ. നീ ആരാടാ? എന്തുവാടാ നിന്റെ പേര്? പറ പറ പറ. പശുപാൽ. അങ്ങനെയാണെങ്കിൽ 2 കവർ ഡെയിലി കൊടുക്കാം. അല്ല, പശുവിന്റെ പാലും കൊണ്ട് വന്നല്ലേ? പശുവിന്റെ പാലും കൊണ്ട് വന്നല്ല പറഞ്ഞേ, എന്റെ പേരാണ് പറഞ്ഞത്, പശുപാൽ. ഓഹോ, പശുപാൽ ഇപ്പൊ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? ഇവിടെ അടുത്ത് വന്നതാ. ഇവിടെ അടുത്താ? ഇവിടെ അടുത്തങ്ങാണ്ട് വന്നപ്പോ അങ്ങനല്ല, അങ്ങനല്ല ഞാൻ പറഞ്ഞു. പിന്നെ ഞാനൊരു കല്യാണത്തിന്റെ കാര്യം സംസാരിക്കാൻ വന്ന. ആരുടെ കല്യാണത്തിന്റെ കാര്യം? ഈ മോടെ കല്യാണത്തിന്റെ കാര്യം. ഈ മോടെ കല്യാണത്തിന്റെ കാര്യം പറയടി. ആരാടി ഇത്? ആരാടി ഇത്? അച്ഛാ, ഈ മോളെ പോലൊരു മോള് ആ ചേട്ടനുണ്ട്. ആ മോളുടെ കല്യാണം പറയാനാ വന്നതെന്നാ എന്നോട് പറഞ്ഞത്. അല്ലേ മോളുടെ അച്ഛാ? അതല്ല. എന്താണ്? അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. എന്താണ് നീ ഉദ്ദേശിച്ചത്? അങ്കിൾ ഉണ്ടല്ലോ, അങ്കിള് വേണം മുന്നിൽ നിന്ന് ഈ കല്യാണം നടത്തി തരാൻ. ഞാൻ മുന്നിൽ നിൽക്കുമ്പോ പുറകെ നിൽക്കുന്നവർക്ക് കല്യാണം കാണാൻ പറ്റും. മോടെ കൈ പിടിച്ച് തരേണ്ടത് അങ്കിളാണ്. അങ്ങനെ മോടെ കൈ പിടിച്ച് ഞാൻ കൊടുക്കാന്ന് പറയുമ്പോൾ എന്റെ മോടെ കല്യാണമല്ലേ? നിന്റെ കല്യാണം വന്നോടി, നിന്റെ കല്യാണമല്ലേ? സത്യം പറഞ്ഞോണം, ഇല്ലെങ്കിൽ ഡിറ്റക്റ്റീവ് ബുദ്ധി വെച്ച് ഞാനിത് കണ്ടുപിടിക്കും. കണ്ടുപിടിക്കുന്നില്ല. എന്തേലും പറഞ്ഞായിരുന്നു? എന്നാലും എനിക്കൊരു കഥ പറയാനുണ്ട്. നീ വന്നേ. കഥ പറഞ്ഞതിന് ശേഷം ഞാനൊരു കവിത പാടിയാലോ? അച്ഛൻ എന്തിനാ വല്ലവരും കഥ കേൾക്കുന്നേ? പറഞ്ഞു വിടച്ചാ. അവന്റെ കഥ നമ്മൾ കേൾക്കുന്നില്ലേ? പക്ഷെ അച്ഛന്റെ കവിത അവൻ കേൾക്കാന്ന് പറഞ്ഞില്ലല്ലോ. കേട്ടില്ലെങ്കിൽ ഞാൻ പാടി കേൾപ്പിച്ചോളാം. നീ പറ. കഥ പറ. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയാം. ഈ നിൽക്കുന്ന മോളുണ്ടല്ലോ, ഈ നിൽക്കുന്ന മോളാ, ഇതുപോലൊരു മോൾ, എന്നെ പോലൊരു പയ്യൻ, ഞങ്ങൾ തമ്മിൽ അഗാധമായ പ്രണയത്തിലാണ്. മനസ്സിലായി. ഇതുപോലൊരു മോളാണെങ്കിൽ ആ മോളുടെ അച്ഛൻ ഇതേപോലെ ഒരാളല്ലേ? അവിടാണ് പ്രശ്നം. എന്താണ് പ്രശ്നം? ഇവളും ഞാനും പ്രേമിക്കുന്നത് ഈ തന്തയുണ്ടല്ലോ, ഈ തന്തപ്പടിക്ക് തീരെ ഇഷ്ടമല്ല. അങ്കിളുടെ അഭിപ്രായം എന്താ ഈ കഥയെ പറ്റി? എന്റെ അഭിപ്രായത്തിൽ ആ തന്തപ്പടിയെ ഒറ്റപ്പടിക്ക് കൊല്ലും. പിന്നെ കണ്ടോ, സപ്പോർട്ടാണ്. നീ നോക്കിയോ, നിന്റെ തന്തയെ കൊണ്ട് എന്നെ വെടിവെച്ച് കൊല്ലും. അതങ്ങനല്ല. ആ കൊല്ലണം ആ പുല്ലിനെ എന്തൊരു വെച്ചോണ്ടിരിക്കും. മോളെ നോക്കാൻ പറ്റത്തില്ലെങ്കിൽ ആ തന്തെ കൊല്ലണം. അതാണ് ഞാൻ പറഞ്ഞത്. കാര്യം വെച്ചു, എന്റെ മോളാണ് നിന്റെ കൂടെ കാണാൻ വന്നിരുന്നെങ്കിൽ ബുള്ളറ്റ് കയറ്റിയാണ് ഞാൻ. അതാണ് അച്ഛന്മാര് സ്ത്രീധനമായിട്ട് ബുള്ളറ്റ് കൊടുക്കണം. സ്ത്രീധനമായിട്ട് ബുള്ളറ്റ് കയറ്റുമെന്നല്ല പറഞ്ഞത്, ഈ ബുള്ളറ്റ് നിന്റെ നെഞ്ചത്തി ഞാൻ കയറ്റിയത്. ഇത് പറഞ്ഞില്ലല്ലോ. അല്ല, ഈ കഥയ്ക്കത് ഞാൻ പറഞ്ഞില്ലല്ലോ. സത്യം പറഞ്ഞാൽ ഈ കഥയുണ്ടല്ലോ തികച്ചും സാങ്കല്പികം മാത്രമാണ്. ജീവിച്ചിരിക്കുന്നവരുമായിട്ടോ മരിച്ചവരുമായിട്ടോ യാതൊരു ബന്ധവും ഇല്ല. ഒരു ബന്ധമില്ലാത്ത കഥ ഞാൻ എന്തിനാന്ന് ഇവിടെ വന്ന് പറയുന്നത്? ഒരു ബന്ധവും ഇല്ല. കഥ പറഞ്ഞിട്ട് നീ അങ്ങ് പോകാന്ന് കരുതിയോ? അങ്ങനെ തൈമാവിന്മേൽ അമ്മതൻ കണ്ണിൽ ഉതിരുന്നു കണ്ണൂറ്റെന്നിൽ ഉതിരുന്നു ചുടുകണ്ണീർ. എങ്ങനുണ്ട്? ഈ തോക്ക് നിറയാന്നോ? ആണെങ്കിൽ ഒറ്റ വെടിക്കന്നെ ഒന്ന് കൊന്നുവരാം. എന്തിനാണ് ഞാൻ ഈ കവിത കേൾക്കേണ്ട ആവശ്യം? എനിക്ക് ആ കവിത കേൾക്കേണ്ട ആവശ്യം. നമുക്ക് പോവാം. ബാക്കിലോട്ട് വാടാ, തിരിഞ്ഞിക്കടാ. എടാ, ഈ ഡിറ്റക്റ്റീവിനെ പരിചയം നീ രക്ഷപ്പെടാന്ന് കരുതിയോ? എനിക്ക് മനസ്സിലായി, സിനിമാക്കാരനല്ലേ? സിനിമാക്കാരനാ? അതെ അതെ. ഇവിടെ നോക്കി, ഞാൻ തിരക്കുള്ളൊരു സിനിമാക്കാരനാണ്. എന്റെ അമ്മ എന്നെ വീട്ടിൽ തിരക്കിയിരിക്കുക. ഞാൻ പോവാതെ. ബാക്കിലോട്ട് വാടാ. എന്താ
നീ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എന്റെ കഥ സിനിമയാക്കിട്ട് പോയാൽ മതി. അതെനിക്ക് പറ്റത്തില്ല, തിരക്കുണ്ട്. തിരക്കുണ്ട്. എന്നെ എന്റെ മോടെ കഥ നീ സിനിമയാക്കത്തില്ലടാ. മോളുണ്ടോ? എന്നാ ഞാൻ സിനിമയാക്കും. പറ്റത്തില്ല. സിനിമ വേണമെങ്കിൽ പ്രൊഡ്യൂസർ വേണമല്ലോ. അല്ലേ പിന്നെ ഈ സിനിമ കാണാൻ ആൾക്കാർ ഇരിക്കുന്ന പോലെ അത് പേടിക്കണ്ട, അതിന്റെ കാര്യം ഓർത്ത് പേടിക്കണ്ട. എന്റെ അച്ഛൻ പ്രൊഡ്യൂസ് ചെയ്യും. ആണോ? അച്ഛൻ കോടീശ്വരനാണോ? പിന്നെ അച്ഛൻ ബിസിനസ് കാരനല്ലേ. അച്ഛൻ എന്താണ് ബിസിനസ്? നൺ ഓഫ് യുവർ ബിസിനസ്. എങ്ങനെ? നൺ ഓഫ് യുവർ ബിസിനസ്. അത് അങ്ങനെ അല്ലല്ലോ. അങ്ങനല്ല, അച്ഛനോട് എന്ത് ചോദിച്ചാലും അച്ഛൻ എന്റെ അടുത്ത് പറഞ്ഞ ഇതാണ്, നൺ ഓഫ് യുവർ ബിസിനസ്. ഇഷ്ടംപോലെ കാശാണ്. അച്ഛൻ എന്തിനാ ഇയാളെ തള്ളും കേട്ടോണ്ടിരിക്കുന്നേ? പറഞ്ഞു വിടച്ച അയാളെ. മോൻ ഇതിനു മുമ്പ് സിനിമ ചെയ്തിട്ടുണ്ടോ? ഇറങ്ങിപ്പോളാം നാണം കേട്ടവനെ. അച്ഛന്റെ മുഖത്ത് നോക്കിയാ അതാ ചേട്ടന്റെ സിനിമ ഞാൻ 2 വട്ടം കണ്ടിട്ടുണ്ട്. അച്ഛനെ കണ്ടപ്പോ കവാത്ത് മറക്കുന്ന കാമുകി. അത് സൂപ്പർ സിനിമയാണ്, പിന്നെ ഭയങ്കര വൈറലായിരുന്നു. അയ്യേ, അച്ഛനെ കൊന്നപ്പോഴല്ല അവന്റെ സായിപ്പുമാരെ കണ്ടപ്പോഴല്ലേ? സായിപ്പന്മാരെ നമ്മൾ പണ്ടേ പറഞ്ഞു വിട്ടില്ലേ, പിന്നെ എന്തിനാണ് നമ്മൾ അവരെ ഇട്ട് ബൂസ്റ്റ് ചെയ്യുന്നത്? കിറ്റ് ഇന്ത്യ, കിറ്റ് ഇന്ത്യ. അത് പോട്ടെ, ഇതിനു മുമ്പ് നീ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ? അയ്യോ, ഉണ്ടോന്നോ? ഞാൻ വാഴക്കത്തൊക്കെ ഉണ്ടല്ലോ. വാഴപ്പിണ്ടിയായിട്ടായിരിക്കും. വാഴക്കകത്ത് വാഴപ്പിണ്ടി. തമാശ തമാശ പറയുമ്പോ പോലെ പറഞ്ഞിട്ട് പറയണം കേട്ടോ. അല്ലെങ്കിൽ ആ ചേച്ചി കൊച്ചു തമാശ പറയാം. അതെനിക്ക് അറിയാലോ. ആരെ തമാശയാണല്ലോ പറഞ്ഞത്. അങ്ങനെ ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് സിനിമ എടുത്താലാ? അയ്യോ, സിനിമ എടുക്കണമെന്നുണ്ടെങ്കിൽ എന്റെ പേനയും പേപ്പറും ഇല്ലല്ലോ. അപ്പൊ പറ്റത്തില്ല, സിനിമ എടുക്കാൻ പറ്റത്തില്ല. പേനും പേപ്പറില്ല. പേനയും പേപ്പറും ഞാൻ തരും. അങ്ങനെ കൽപ്പറ്റിക്കാൻ നോക്കില്ല. എഴുതിക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, സാറിന്റെ തുടക്കം എവിടുന്നാണ്? സായിൽ നിന്ന്. സായലടാ ഇതുണ്ട്. അയ്യോ, എന്തൊക്കെയാ ഈ പറയുന്നേ? സോറി, മൈ മിസ്റ്റേക്ക്. SIR. അതല്ലെന്ന്. പിന്നെ സാർ ഇങ്ങോട്ട് തിരിയാനുള്ള കാരണം? ക്ലോസ് കിട്ടും. ഇങ്ങനെ നമ്മളെ വൈഡല്ലേ കിട്ടത്തുള്ളൂ. ഇങ്ങനെ കറക്റ്റ് ആ ക്യാമറയ്ക്ക് ക്ലോസ് കിട്ടും. അതല്ല, ഈ ഡിറ്റക്റ്റീവിലേക്ക് തിരിയാനുള്ള കാരണം? ഓ, അങ്ങനെ. സത്യം പറയാനുണ്ടല്ലോ, കണ്ടുപിടുത്തമാണ് ഡിറ്റക്റ്റീവിൽ തിരിയുള്ള കാരണം. കണ്ടുപിടുത്തു? പിന്നെ ഞാൻ ഭയങ്കര കണ്ടുപിടുത്തല്ലായിരുന്നു. 4ാം ക്ലാസ്സിന്റെ റിസൾട്ട് വന്നപ്പോൾ പെട്ടെന്ന് എന്നെ കാണാതായി. എന്നിട്ട് എന്ത് ചെയ്യാനാ? 5ാം ക്ലാസ്സിൽ ചെന്ന് നോക്കിയപ്പോൾ ഞാൻ ദാണ്ടി ഇങ്ങനെ ഇരിക്കുന്നു. ഈ 4ാം ക്ലാസ് വെച്ച് കാണാതെ പോയില്ലേ? അപ്പൊ 5ാം ക്ലാസ്സിൽ കിട്ടാതിരുന്നാ മതിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, എനിക്കിപ്പോ മനസ്സിലാക്കിയ കാര്യങ്ങൾ വെച്ചിട്ട് ഞാനൊരു കഥ അങ്ങോട്ട് എഴുതാം. ഓക്കെ, ഇതിന് നമുക്ക് വേണ്ടത് ഇനി ഒരു ക്ലൈമാക്സ് ആണ്. ക്ലൈമാക്സ് ആണോ? ഫീൽ ഗുഡ് ആക്കിയാലോ? ചെതലായിരിക്കത്തില്ലേ? അത് ഫ്ലൈവുഡ്, ഇത് ഫീൽ ഗുഡ്. അങ്ങനെ ആക്കിയാലോ? അപ്പോൾ ക്ലൈമാക്സ് എന്ന് പറയുമ്പോ സാറാണല്ലോ നായകൻ. പിന്നെ അപ്പോൾ അച്ഛന്റെ സിനിമ എഴുതാൻ വന്ന സംവിധായകന് അച്ഛന്റെ സുന്ദരിയായ മകളെ കെട്ടിച്ചു കൊടുക്കുന്നു. ശുഭം. അവിടെ അല്ല ശുഭം. പിന്നെ മകളെ കെട്ടം വന്ന വ്യാജനായ സംവിധാനെ അച്ഛൻ വെടിവെച്ച് കൊല്ലുന്നു. അവിടാണ് ശുഭം. മനസ്സിലാകത്തില്ല കല്യാണ രണ്ടുപേരുടെ സ്ക്രീൻ പ്ലേ. രണ്ടുപേരുടെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, രണ്ടുപേരും ഇവിടുന്ന് പായിക്കാം. ഇന്നത്തെ ഈ ഒരു എന്താ പറയാ പെർഫോമൻസിന്റെ താരം നമ്മളുടെ ഷൈൻ ആയിരുന്നു. ഷൈൻ സൂപ്പർ. നല്ലൊരു ക്യാരക്ടർ, നല്ല സ്റ്റൈല് പിടിച്ചു, നല്ല ആ ഒരു ഹെയർ ലുക്കും അതെല്ലാം നന്നായി. എനിക്ക് ഇന്നത്തെ നിങ്ങളുടെ 3 പേരുടെയും എനർജിയും എല്ലാം പെർഫോമൻസും എല്ലാം നന്നായി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഗുഡ്. ഐശ്വര്യ ശരിക്കും ഹോസ്പിറ്റലിൽ എങ്ങനെയുണ്ട്? ഐശ്വര്യ അവിടെ ഇങ്ങനെയല്ല. ഐശ്വര്യ ഭയങ്കര സൈലന്റ് ആണ്. ഇവിടെ വന്ന് ഇങ്ങനെ കണ്ടപ്പോ നമുക്ക് തന്നെ അതിശയം തോന്നും. പക്ഷെ ഒരു തവണ ഐശ്വര്യ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഹോസ്പിറ്റലിൽ നിങ്ങൾ എല്ലാരും ഭയങ്കര സപ്പോർട്ടാണ്. ഇവിടെ വന്ന് ചെയ്യാനും ഈ പ്രോഗ്രാമിന് വരാനൊക്കെ ലീവ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു തവണ ഐശ്വര്യ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചീഫ് നഴ്സിംഗ് ഓഫീസർ ഉണ്ട്, മാഡമാണ് ഐശ്വര്യക്ക് ലീവ് എല്ലാം പെർമിഷൻ എടുത്ത് കൊടുത്തതെല്ലാം. വരാൻ വേണ്ടി പെർമിഷൻ കൊടുക്കുന്നത് മാഡം തന്നെയാണ്. എല്ലാരോടും അന്വേഷണം അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട്. സ്പെഷ്യലി ശ്വേത മാഡത്തിന്റെ അടുത്ത്. മാഡത്തിനോട് എന്റെ പേഴ്സണലായ ഒന്നാണെങ്കിൽ നിങ്ങൾ ഐശ്വര്യനെ ഇത്ര സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ എല്ലാവരും ആക്ച്വലി താങ്ക് യു. നല്ലൊരു കലാകാരി മാത്രമല്ല, ബിക്കോസ് നമ്മൾ പറയില്ലേ ബാലൻസ് ചെയ്യുക, 2 മേഖലകൾ ബാലൻസ് ചെയ്യുക, അതും ഭയങ്കര ഹാപ്പിലി ചെയ്യാന്ന് പറഞ്ഞാൽ അതിന് നിങ്ങളെല്ലാവർക്കും വേണ്ടി നമ്മളെല്ലാവരും വലിയ കയ്യടി തരികയാണ്. പിന്നെ മാഡത്തിന് ഒരു താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ സപ്പോർട്ടിങ്. ഓൾറൈറ്റ്, അപ്പൊ എന്തായാലും നമുക്ക് ഇന്ന് ബാറ്ററി ഇനി എത്രത്തോളം ചാർജ് കയറി എന്നുള്ളത് നോക്കാം. വാ നോക്കാം. ₹25,000 ആണ് നേടിയിരിക്കുന്നത് അവരുടെ ടീം. ചേച്ചി, അപ്പൊ അവർക്കുള്ള പൈസ ഇട്ട് കൊടുക്കണം ചേച്ചി. അപ്പൊ ഞാൻ ഇപ്പൊ കൊടുക്കട്ടെ അല്ലേ? ചൂട് കൊടുക്കണേ, ചൂടായിട്ട് കൊടുക്കണേ. ചൂട്
ഹാപ്പി ആയില്ലേ? തീർച്ചയായിട്ടും. നിങ്ങളുടെ ടീം ഓക്കെ ആണോ? അടിപൊളിയാ. ഒരു ചെറിയ ക്ഷീണം കാണുന്നുണ്ട് എല്ലാവർക്കും. കുഴപ്പമില്ല. ഞങ്ങൾക്ക് ക്ഷീണമൊന്നുമില്ല. ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു ഇന്റർനാഷണൽ നഴ്സസ് ഡേ ആണ്, മെയ് 12 എന്ന് പറയുന്നത്. ഒരുപാട് മാലാഖമാർ നമ്മുടെ ചുറ്റും ഉണ്ടെങ്കിലും നമ്മൾ നഴ്സസ് ഡേ അല്ലെങ്കിൽ സിസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഒരു രോഗത്തിനെ പറ്റി പറയുമ്പോൾ നമ്മൾ ആദ്യം ഓർക്കുന്ന ഒരു പേര്, ഒരു മുഖമുണ്ട്, ലിനി സിസ്റ്റർ. അതെ, എല്ലാരും അത് എഗ്രി ചെയ്യും തന്നെയാണ്. കാരണം നിപ്പ എന്ന് പറയുന്ന ഒരു രോഗം, ഒരു വൈറസ് വരുന്നു. നമ്മളൊക്കെ എനിക്കൊന്ന് കോളേജിൽ പഠിക്കുന്ന സമയത്തായിരിക്കും. അപ്പൊ ഈ സിസ്റ്ററിന്റെ പേര് കേൾക്കുന്നു, അത് കഴിഞ്ഞ് സിസ്റ്ററിന്റെ ന്യൂസ് കേൾക്കുന്നു. ഇപ്പോഴും ആ സിസ്റ്ററിന്റെ ഓർമ്മകളിൽ ജീവിക്കുന്ന ആൾക്കാരാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് കോമഡി മാസ്റ്റേഴ്സ് ഇന്ന് ഇന്റർനാഷണൽ നഴ്സസ് ഡേ ആയതുകൊണ്ട് ലിനി സിസ്റ്ററിന് ഒരു ട്രിബ്യൂട്ട് നൽകാം എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. നമുക്കൊന്ന് കാണാം. ചിരിയും തമാശകളുമായി നമ്മൾ ഈ വേദിയിൽ ആഘോഷിക്കുമ്പോൾ മറക്കാൻ പാടില്ലാത്ത ചില മുഖങ്ങളുണ്ട്. ഇന്ന് മാലാഖമാരുടെ ദിനം, നഴ്സസ് ഡേ. നഴ്സ് എന്നാൽ വെറുമൊരു ജോലിയല്ല, അത് കരുതലിന്റെയും ആത്മസമർപ്പണത്തിന്റെയും പേരാണ്. ആ പേരിന് സ്വജീവിതം കൊണ്ട് മാറ്റുകൂട്ടിയ ഒരാളുണ്ട്, ലിനി, സിസ്റ്റർ ലിനി. നിപ എന്ന മഹാമാരി നമ്മുടെ നാടിനെ വിറപ്പിച്ചപ്പോൾ സ്വന്തം ജീവിതം പണയപ്പെടുത്തി രോഗികളെ ശുശ്രൂഷിച്ചവൾ. മരണം തന്നെ തേടി വരുമെന്ന് ഉറപ്പായ നിമിഷം തന്റെ പ്രിയപ്പെട്ടവർക്കായി ലിനി എഴുതിയ ആ കത്ത് ഇന്നും മലയാളികളുടെ ഉള്ളിൽ ഒരു വിങ്ങലാണ്. സജീഷേട്ടാ, കുഞ്ഞുങ്ങളെ നന്നായി നോക്കണം. തന്റെ മക്കളെയും കുടുംബത്തെയും ഓർത്ത് ഉള്ളുരുകുമ്പോഴും ലോകത്തിന് മുഴുവൻ മാതൃകയായി മാറിയ ആ ധീരതയ്ക്ക് മുമ്പിൽ കോമഡി മാസ്റ്റേഴ്സ് ഇന്ന് ആദരമർപ്പിക്കുന്നു. ലിനി വെറും ഒരു വ്യക്തിയല്ല, നിസ്വാർത്ഥതയോടുകൂടി നമ്മളെ ഓരോരുത്തരെയും പരിചരിക്കുന്ന ലോകമെമ്പാടുമുള്ള മാലാഖമാരുടെ പ്രതീകമാണ്. ലിനിയുടെ ഏറെ പ്രിയപ്പെട്ട സജീഷേട്ടനും മക്കൾക്കും കുടുംബത്തിനും കോമഡി മാസ്റ്റേഴ്സിന്റെ വേദിയിലേക്ക് സ്വാഗതം. സജീഷേടാ, ഒരുപാട് സന്തോഷം കോമഡി മാസ്റ്റേഴ്സിന്റെ വേദിയിൽ ഇന്ന് കാണാൻ സാധിച്ചതിൽ. കാരണം എന്നും ഞങ്ങൾ ഓർത്തിരിക്കുന്ന ഒരു പേരാണ് ലിനി സിസ്റ്ററിന്റെ. സ്പെഷ്യലി ഇന്ന് ഇന്റർനാഷണൽ നഴ്സ് ഡേ ആണ്. അപ്പോൾ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല എത്രത്തോളം ലിനി സിസ്റ്റർ നമ്മുടെയൊക്കെ ഉള്ളിൽ കയറുന്നതെന്നുള്ളത്. അപ്പം ഈ ഒരു നിമിഷത്തിൽ എന്താണ് സജീഷേട്ടന് പറയാനുള്ളത്? ആദ്യമായി ഈ ഒരു വേദിയിലേക്ക്, അതായത് ഇന്ന് നഴ്സസ് ഡേ ആണ്, അപ്പോൾ ആ ഒരു ദിവസം ഈ വേദിയിലേക്ക് ഞങ്ങളുടെ ഫാമിലിയെ ഇവിടെ ക്ഷണിച്ചതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഇന്നല്ല എല്ലാ സമയവും നഴ്സസ്മാരെ പറ്റി പറയുന്ന സമയത്ത് അല്ലെങ്കിൽ നഴ്സസ്മാരെ ഓർക്കുന്ന സമയത്ത് നിങ്ങളെല്ലാവരും ഓർക്കുന്ന പോലെ തന്നെ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ സ്വന്തം ലിനി ഞങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് എല്ലാ ദിവസവും ഉള്ളത്. അതെ, ഇതാണ് നമ്മുടെ ലിനി സിസ്റ്ററിന്റെ മക്കള്. ഫോട്ടോയിൽ നമ്മൾ കുഞ്ഞുങ്ങളായിട്ടാണ് കണ്ടത്. സിസ്റ്റർ പറഞ്ഞ പോലെ, അതായത് ഒരുപാട് ആഗ്രഹങ്ങൾ ആ ലെറ്ററിൽ ഉണ്ടായിരുന്നു, മക്കളെ നന്നായിട്ട് നോക്കണം എന്ന് പറയുന്നത്. പക്ഷെ ഇവരിൽ നിന്ന് നമുക്കിപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം മക്കള് നന്നായിട്ട് തന്നെയാണ് സജീഷേട്ടനും പ്രതിഭ ചേച്ചിയാണെങ്കിലും നോക്കുന്നത്. ഒന്ന് മക്കളുടെ പേരും കൂടി ഒന്ന് ഞാൻ ചോദിക്കട്ടെ. എന്താ മോനെ പേരെങ്ങനെയാ? സിദ്ധാർത്ഥ്. ഏത് ക്ലാസ്സിലാ? ഞാൻ 5ലാണ്. ഓക്കെ. റിതുൽ. എട്ടിലേക്ക്. ഓക്കെ. വലുതാകുമ്പോ എന്താകാനാണ് ആഗ്രഹം? പൈലറ്റ് ആവണം അല്ലേ? ഓക്കെ. മോൻ കുറച്ചും കൂടെ എനിക്കൊന്ന് ഈ കുഞ്ഞായിരുന്നു ഏറ്റവും ഇളയത്. അപ്പൊ ആ സമയത്ത് അമ്മയുടെ ഒരു ഓർമ്മ, അല്ലെങ്കിൽ അമ്മ പറയോ പഠിച്ച വലുതാകുമ്പോ എന്താവണം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാറോ ഉണ്ടായിരുന്നോ? എനിക്ക് തോന്നുന്നുണ്ടോ? ഉണ്ട്. അപ്പൊ അച്ഛൻ ഗൾഫിലായതുകൊണ്ട് പൈലറ്റ് ആവണം ആഗ്രഹം. അച്ഛൻ ഗൾഫിലായതുകൊണ്ട് പൈലറ്റ് ആവണം എന്നായിരുന്നു ആഗ്രഹം. അമ്മയുടെ അപ്പൊ പറയുമായിരുന്നോ? അമ്മ ഇപ്പൊ എന്നാ പറയുമായിരുന്നു? ആണ്. ഓക്കെ. പറഞ്ഞു മോൻ എന്താ വലുതാകുമ്പോ? എനിക്ക് ഡോക്ടർ ആവാൻ. അടിപൊളി. അപ്പൊ പഠിച്ച് വലുതായി ഡോക്ടർ ആവണം. ഓക്കെ, സൂപ്പർ. ഓൾ ദി വെരി ബെസ്റ്റ്. പേര്? ദേവപ്രിയ. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ പ്രൊഫഷൻ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേവപ്രിയ ഇസ് എ നേഴ്സ്. ദേവപ്രിയ പ്രതിഭ ചേച്ചിയുടെ മോളാണ്. നേഴ്സ് ആവണം എന്നുള്ളൊരു തീരുമാനം എടുത്തത് എപ്പോഴാണ്? ആദ്യം ഞാൻ എല്ലാവരെ പോലെ തന്നെ വിചാരിച്ച നഴ്സിംഗ് എടുത്തു കഴിഞ്ഞാൽ ജോലി കിട്ടും, അതൊരു പ്രൊഫഷണൽ കോഴ്സാണെന്നാണ്. പിന്നെ ലിനി സിസ്റ്റർ ഫാമിലിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലായത് നഴ്സിംഗ് ഒരു ജോബ് മാത്രമല്ല, അതൊരു ഡിവൈനായിട്ട് ചെയ്യുന്നൊരു ജോബ്, അല്ലെങ്കിൽ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ജോബാണെന്ന് അന്നേരം മനസ്സിലായത്. പിന്നെ ലിനി സിസ്റ്റർ എന്താ പറയുക, എനിക്കൊരു നേഴ്സ് മാത്രമല്ല, എനിക്ക് എൻ്റെ അമ്മേനെ പോലെ തന്നെയാണ്. അപ്പോൾ എൻ്റെ അമ്മ ചെയ്യാൻ ബാക്കി വെച്ച ആഗ്രഹങ്ങൾ എന്നിലൂടെ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. സജീഷിനോട് എനിക്ക് ഒരു കാര്യം ചോദിക്കാനുണ്ട്. ആ ഒരു ടൈം നമ്മൾ വെറുതെ ഒന്ന് കുട്ടികളുടെ അടുത്ത് എങ്ങനെയാണ് ഇത്
അവതരിപ്പിച്ചതല്ലാതെ എങ്ങനെയാണ് ഈ ഒരു എന്താണ് പറഞ്ഞത് അവരോട്, സ്പെഷ്യലി ലെറ്റർ കിട്ടുന്നതിൻ്റെ മുമ്പേ അല്ല ലെറ്റർ കിട്ടിക്കഴിഞ്ഞ്? ലെറ്റർ എനിക്ക് കിട്ടിയത് ലിനി മരണപ്പെട്ടതിന് ശേഷമാണ്. മരണപ്പെട്ട് ഒരു 3-4 മണിക്കൂറിന് ശേഷമാണ് ഈ ലെറ്റർ എനിക്ക് കിട്ടുന്നത്. അപ്പോൾ അതുവരെ നമ്മൾ ലിനി വിട്ടുപോയതിൻ്റെ ഒരു വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഈ ലെറ്ററും കൂടി കിട്ടിയ സമയത്താണ് നമുക്ക് മനസ്സിലാകുന്നത് അവള് ഈ ഒരു വേർപാട് അറിഞ്ഞിരുന്നു എന്നുള്ള ഒരു കാര്യം ആ സമയത്താണ് നമുക്ക് മനസ്സിലാകുന്നത്. അതൊരു വലിയൊരു നമ്മളെ ഒരു വലിയൊരു വേദനയിലേക്ക് പോയിട്ടുണ്ട്. പിന്നെ അത് മക്കളെ ഫേസ് ചെയ്യുന്നതായിരുന്നു പിന്നെ അടുത്തതായിട്ടുള്ള ഒരു വലിയൊരു കാര്യം. വീട്ടിലേക്ക് എത്തിയ സമയത്തും എന്താണ് മക്കളോട് പറയാമെന്നറിയില്ല. കാരണം ഞാൻ നേരിട്ട് ഹോസ്പിറ്റലിലേക്ക് വരുന്നതാണ്. ഗൾഫിൽ നിന്ന് വരുന്നൊരു ഫീലിംഗ് ആണ് മക്കൾക്ക് ഉണ്ടായിരുന്നത്. അവരവിടെ വന്ന സമയത്ത് അച്ഛൻ ഗൾഫിൽ നിന്ന് വന്ന് എന്നുള്ള രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. ചിലപ്പോൾ ഞാൻ വിശ്വസിക്കുന്ന പോലെ ദൈവത്തിൻ്റെ ഒരു കരുതലായിരിക്കാം. എൻ്റെ മൂത്ത മകൻ ഋതുൽ 1-2 ദിവസം കഴിഞ്ഞ സമയത്ത് ആൾക്കാരൊക്കെ വരുന്ന സമയത്ത് മകൻ തന്നെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇനി അമ്മ ഉണ്ടാവില്ലല്ലോ എന്നുള്ള ആ രീതിയിൽ. അത്ര പോലും ആ സമയത്ത് 5 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ആ ചെറിയൊരു വയസ്സിലും അത്ര ഒരു പക്വത കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇളയ മകനാണെങ്കിലും ഇപ്പോൾ ലിനി ഞങ്ങളെ വിട്ടുപോയ കാര്യങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളും എങ്ങനെയാണ് ഇത് ഈവൺ ആ രോഗത്തെ പറ്റി പോലും മക്കൾക്ക് നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇന്ന് നഴ്സസ് ഡേ ആണെങ്കിലും ഇൻ്റർനാഷണൽ നഴ്സസ് ഡേ ആണെങ്കിലും മാലാഖമാരാണ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഇവരാണ് ഏറ്റവും അടുത്ത് കണ്ട ഒരു മാലാഖ, ലിനി നഴ്സിനെ. ലിനി സിസ്റ്റർ ഞങ്ങളുടെ മാലാഖ ആണെങ്കിൽ ഈ കുടുംബത്തിന്റെ മാലാഖ എന്ന് പറയുന്നത് പ്രതിഭ ചേച്ചി തന്നെയാണ്. യെസ് പ്രതിഭ ചേച്ചി പറഞ്ഞോളൂ. ഞാൻ ശരിക്കും ലിനി സിസ്റ്ററെ ഫാമിലിയിലേക്ക് ഒരു അപ്രതീക്ഷിതമായിട്ട് എത്തിയതാണ്. കാരണം ഒരിക്കലും ഞാൻ പലപ്പോഴും എല്ലാവരെ പോലെ തന്നെ ഞാനും ന്യൂസുകളിലും ഇതിലും മാത്രമേ ഞാൻ ഇവരെ കണ്ടിട്ടുള്ളൂ. സജീഷേറെ നേരിട്ട് കണ്ടിട്ടേ ഇല്ല. പക്ഷെ ഇങ്ങനൊരു പ്രപ്പോസൽ എനിക്ക് വന്ന സമയത്ത് ഞാൻ എൻ്റെ മോളൊപ്പം 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ആ ടൈമിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഓളെയാണത് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്. അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞത്, മോള് നമ്മളെ യൂട്യൂബിലും ഇതിലൊക്കെ ഇവര് നല്ലോണം കാണാമല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, മോളൊന്ന് ചാനൽ ഏതെങ്കിലും ഒന്ന് എടുത്തു നോക്കിയാൽ വേറെ ആരെ കണ്ടില്ലേലും നമുക്ക് മക്കളെ കാണാൻ പറ്റും. അപ്പോൾ എനിക്ക് ഒരുപാട് ഫാമിലിയിൽ നിന്നൊക്കെ ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു. കാരണം ഞാൻ എൻ്റെ മക്കളായി ഏറ്റെടുക്കുന്നത് സജീഷറിൻ്റെയും ലിനി സിസ്റ്ററേയും മാത്രം മക്കളെയല്ല, എല്ലാവരെയും മക്കളാണ്. മലയാളികളെ ഒരുമിച്ചുള്ള കേരളക്കാരൻ്റെ മൊത്തം മക്കളെയാണ്. അപ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങളും കാര്യങ്ങളും ഞാൻ എന്തായാലും അഭിമുഖീകരിക്കേണ്ടി വരും എന്ന് എനിക്കറിയായിരുന്നു. അപ്പം ഞാൻ മോള് കണ്ടപ്പോൾ എന്നോട് പറഞ്ഞ്, അമ്മ ഒന്നുകൊണ്ടും പേടിക്കണ്ട, അമ്മ എന്തായാലും അമ്മേൻ്റെ കൂടെ ഞാനുണ്ട് എന്ന് പറഞ്ഞ് അവള് തന്നൊരു സപ്പോർട്ട് ഉണ്ട് എനിക്ക്. കാരണം അവള് വലിയൊരു കുട്ടിയാണ്, ഞാൻ പുതിയൊരു ഫാമിലിയിലോട്ട് പോവാണ്, ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവുമല്ലോ. അപ്പൊ അതിൽ നിന്നൊക്കെ എനിക്ക് അവളോട് സപ്പോർട്ട് തന്ന സമയത്ത് പിന്നെ എനിക്കൊന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. ഞാനായി ജീവിച്ചാല് ഞാനൊരു അമ്മയാവും എന്നുള്ളത് എനിക്കറിയാം. പിന്നെ അതേപോലെ തന്നെ അവരെന്നെ ഇപ്പൊ വിളിക്കുന്നതും അമ്മ എന്നാണ്. പിന്നെ അമ്മ വിളിക്കേ അമ്മ തന്നെയാണ്. അടിപൊളി. അപ്പൊ എന്തായാലും ഈ അവസരത്തിൽ എനിക്ക് തോന്നുന്നു അർജുൻ, നമുക്ക് ഒരു ഒരു ഡെഡിക്കേഷൻ എന്നുള്ള രീതിയിൽ വി ഫീൽ അർജുൻ്റെ ഒരു പാട്ട് കേട്ടാൽ കൊള്ളാം എന്ന് തോന്നുന്നു. ഇല്ല, സത്യം ഞാനിപ്പോൾ സംസാരിക്കുമ്പോൾ നിങ്ങളെല്ലാവരും സംസാരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു, പറയുന്നതിൽ എന്തോരം ശരിയുണ്ട് എന്തോരം തെറ്റുണ്ടെന്നറിയില്ല. എന്നാലും ഇന്ത്യയിലോ നാട്ടിലോ കേരളത്തിലോ വർക്ക് ചെയ്യുന്ന നഴ്സുമാർ വെളിയിൽ ഇഷ്ടംമാതിരി നമ്മുടെ സുഹൃത്തുക്കൾ പോകുന്നുണ്ട്. അവരെക്കാൾ ഒരു പടി മുകളിൽ തന്നെയാണ് നമ്മുടെ നാട്ടിലെ നഴ്സുമാർ. കാരണം കിട്ടുന്ന ശമ്പളത്തിന് മുകളിലുള്ള സ്നേഹവും കെയറുമാണ് അവർ ഓരോ രോഗികൾക്കും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അവർ ഒരിക്കലും ശമ്പളം നോക്കിയിട്ടില്ല, ഒരിക്കലും. അപ്പോൾ സന്തോഷം, കുട്ടി ഈ ഒരു പ്രൊഫഷനിലേക്ക് വന്നതിൽ തന്നെ സന്തോഷം. കേരളത്തിൽ ഇന്ത്യയിലെ എല്ലാ ഹോസ്പിറ്റലിലെ ഉടമസ്ഥർക്കും നഴ്സുമാർക്കും ഇതിലും കൂടുതൽ ശമ്പളം കൊടുക്കാനുള്ളൊരു അവസ്ഥയിലേക്ക് പെട്ടെന്ന് തന്നെ എത്തട്ടെ. ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും സൈഷേട്ടനും പ്രതിഭ ചേച്ചിയും കൂടി ലിനി ചേച്ചിക്ക് വേണ്ടി കൊടുക്കുന്നൊരു പാട്ട് പോലെ ഞാൻ ഈ പാട്ട് പാടിത്തരാൻ ആഗ്രഹിക്കുകയാണ്. ആകാശമായവളേ, അകലെ പറന്നവളേ, ചിറകായിരുന്നല്ലോ നീ, അറിയാതെ പോയെന്നു ഞാൻ. നിഴലോ മാഞ്ഞുപോ
വഴിയും മറന്നുപോയി തോരാത്തരാമഴയിൽ ചൂട്ടുമണഞ്ഞുപോയി പാട്ടും മുറിഞ്ഞുപോയി ഞാനോ ശൂന്യമായി ലാ 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 ലാ. അർജുൻ ബ്യൂട്ടിഫുൽ. താങ്ക് യു ചേച്ചി. ഭയങ്കര സങ്കടത്തോട് ഞാൻ പാടിയ പാട്ട്. പക്ഷെ അത് എനിക്കറിയാം അർജുൻ ആ പാട്ട് പാടുമ്പോഴും ഞങ്ങളുടെ ഉള്ളിൽ ലിനി സിസ്റ്ററിന്റെ ചിരിച്ച മുഖമായിരുന്നു ഉണ്ടായിരുന്നത്. ആൻഡ് ഐ തിങ്ക് ലിനി സിസ്റ്റർ ലെറ്ററിലും പറഞ്ഞത് എല്ലാവരും ഹാപ്പി ആയിട്ട് എല്ലാം നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അങ്ങോട്ടേക്ക് ഹാപ്പി മൊമെന്റ്സ് തന്നെ ആയിക്കോട്ടെ. പിള്ളേരെല്ലാവരും വലുതായിട്ട് വേണം ഇനി ഒരു വരവും കൂടെ ഇങ്ങോട്ടേക്ക് വരാൻ, നിങ്ങളുടെ സന്തോഷ വാർത്തകളൊക്കെ പറയാൻ വേണ്ടി. ഓക്കെ, അപ്പൊ എന്തായാലും ശ്വേത ചേച്ചി, ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് എന്തായാലും ഇന്നത്തെ മെയിൻ ഉണ്ട്, വില്ലി വൈറ്റ് ദ ബ്രൈറ്റ് ഉണ്ട്. അപ്പം ക്യൂട്ടി ദ ഹാൻഡ് വാഷ് ഇന്നത്തെ മെയിൻ ആൻഡ് വില്ലി വൈറ്റ് ദ ബ്രൈറ്റ് തീരുമാനിക്കണ്ടേ? പിന്നെ പറയണ്ടേ? പിന്നെ പ്ലീസ് ജോയിൻ. ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് ഞാൻ അവിടെ വരാം. കരനിറയെ പണമൊഴുകണ കടി പറന്നിറയേണ്ട ചിതി ചിതി പല ചുരി അപ്പോ ക്യൂട്ടി ദ ഹാൻഡ് വാഷ് ഇന്നത്തെ മെയിൻ ആൻഡ് വില്ലി വൈറ്റ് ദ ബ്രൈറ്റ് goes to Lini and family. Lini sister and family. അങ്ങനെ പറ. Lini അല്ല, you know, I still feel she's here. അതുകൊണ്ട് Lini sister and family. ക്യൂട്ടി ദ ഹാൻഡ് വാഷ് നൽകുന്ന ഗിഫ്റ്റ് ഹാമ്പർ. അതോടൊപ്പം തന്നെ വില്ലി വൈറ്റിന്റെ ഒരു ഗിഫ്റ്റ് ഹാമ്പർ. സതീഷേട്ടാ, ഒരുപാട് സന്തോഷമുണ്ട്. പ്രതിഭ ചേച്ചി, അതിന് ഫുൾ ക്രെഡിറ്റ് ചേച്ചിക്ക് തന്നെയാണ്. അതുകൊണ്ട് ഇനിയും സന്തോഷത്തോടെ നമ്മുടെ ഈ വേദിയിൽ വരണം, കാണണം. ഓക്കെ, പ്രതിഭ ദ ടീച്ചർ. പ്രതിഭ ദ ടീച്ചർ ഒരു ഗുഡ് ലീഡർ ആണ് പ്രതിഭ എന്ന് പറയുന്ന ടീച്ചർ. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഒപ്പം തന്നെ എന്താ പറയുന്നത്, ഞങ്ങളുടെ ലൈഫിൽ ഒരുപാട് നഴ്സുമാർ അല്ലെങ്കിൽ മാലാഖമാർ ഇതുപോലെ കടന്നു പോയിട്ടുണ്ട്. അവരെയൊക്കെ ഈ അവസരത്തിൽ ഓർക്കാണ്. ഒപ്പം തന്നെ നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിൽ ഇന്ന് ജോയിൻ ചെയ്ത നിങ്ങളെ എല്ലാവരെയും ഒരു ബിഗ് സല്യൂട്ട്. കാണുന്ന എല്ലാവർക്കും താങ്ക് യു ഫോർ സേവിങ് അവർ ലൈഫ്. ഇതുപോലെ നമുക്ക് ഇവിടെ ചിരിച്ചിരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അല്ലെ, അത് നിങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെയാണ്. അപ്പൊ താങ്ക് യു പറയുന്നു. വിത്ത് ദിസ് കോമഡി മാസ്റ്റേഴ്സ് വൈൻഡ് അപ്പ് ചെയ്യുന്നു. അടുത്ത ദിവസം കാണാം. ബൈ ബൈ, ഗുഡ് നൈറ്റ്.